ഹായ് മക്കളെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വിങ്സ് അക്കാദമിയുടെ ഫോക്കസ് സീരീസിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ +2 സുവോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റും അതുപോലെ വെയിറ്റേജ് കൂടുതലുമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതായത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാഠത്തിൽ നിന്ന് ഫുൾ മാർക്ക് എന്തായാലും സ്കോർ ചെയ്തെടുക്കും. അപ്പോ എല്ലാവരും നമ്മുടെ വീഡിയോ കഴിയണവരെയും എന്തായാലും കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സെൻട്രൽ ഡോഗ്മ പറയുന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൈറ്റ് ദ സെൻട്രൽ ഡോഗ്മ മോളിക്കുലാർ ബയോളജി എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ഓർമ്മയിൽ എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒരു സംഭവം ഉണ്ട് അല്ലെ? ഏതാണ്? നമ്മുടെ DNA, NAയിൽ നിന്ന് mRNA, NAയിൽ നിന്ന് mRNA, mRNAയിൽ നിന്ന് പ്രോട്ടീൻ, ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. ഇത് ഫിഗർ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് ഡെഫിനിഷൻ പറയാൻ പറ്റും. That is the flow of information, that is genetic information from DNA to mRNA and to protein. അതായത് DNA-യിൽ നിന്ന് ജനറ്റിക് ഇൻഫോർമേഷൻ ആദ്യം എങ്ങോട്ട് ചെല്ലും? mRNA-യിലേക്കും. mRNA-യിൽ നിന്ന് പിന്നെ അവിടെ എന്തുണ്ടാവും? എവിടേക്കായിരിക്കും? പ്രോട്ടീനിൽ. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ കുറച്ച് സാധനങ്ങളൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെ? ഏതായിരിക്കും? DNA-യിൽ നിന്ന് DNA തന്നെ കോപ്പീസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതിനെന്തെന്ന് പറയും? ദാറ്റ് ഈസ് റെപ്ലിക്കേഷൻ എന്ന് പറയും. എന്താണ്? റെപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇനി DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയാ? ദാറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. അതിനുശേഷം mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുന്ന പ്രോസസ് ആണ് ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ സെൻട്രൽ ഡോഗ്മ. ആരാണ് ഈ പറഞ്ഞ സെൻട്രൽ ഡോഗ്മ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്? ഇത് പറഞ്ഞത് നമ്മുടെ ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ആരാണ്? ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ പറഞ്ഞ സെൻട്രൽ ഡോഗ്മ. ഇതിൽ നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാലോ. ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്, ഇവിടെ എന്തായിരിക്കും? ഇവിടെ നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? ഇവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്? നമ്മുടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വരുന്നത് അല്ലെ? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. എന്താണ് ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ? ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പറയും? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം എവിടെന്ന്? mRNA ടു DNA. mRNA-യിൽ നിന്ന് തിരിച്ച് എങ്ങോട്ട് ചെല്ലും ഇൻഫോർമേഷൻ? DNA-യിലേക്ക് ചെല്ലുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാവരിലും നടക്കുമോ? അല്ലെ? പ്രത്യേകിച്ച് ഒരു കൂട്ടരുണ്ട്, അല്ലെങ്കിൽ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിട്രോവൈറസ് പോലെയുള്ള വൈറസുകളിലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. ഇപ്പൊ സെൻട്രൽ ഡോഗ്മ ചോദിച്ചാൽ മൊത്തം ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയണത്? നമ്മുടെ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. ഫ്രാൻസിസ് ക്രിക്ക് ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഫോർമേഷൻ ഫ്ലോ ഫ്രം DNA ടു mRNA ടു പ്രോട്ടീൻ. ഇനി റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്? ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം mRNA ടു DNA. ഇറ്റ് ഈസ് എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ റിട്രോവൈറസ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ. Complete the illustration showing the salient features of DNA. DNA കുറച്ച് salient features തന്നിട്ടുണ്ട്.
അത് നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? കംപ്ലീറ്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? DNA ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് DNA ഫീച്ചേഴ്സ് നോക്കാം. എന്താണ് ഫസ്റ്റ് വൺ? എന്താണ്? DNA ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 polynucleotide chain. DNA നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പോളിയോന്യൂക്ലിയോടൈഡ് ചെയിൻ കൊണ്ടാണ്. അറിയാം, രണ്ട് ചെയിൻസ് ഉണ്ടാവും അല്ലെ, രണ്ട് സ്ട്രാൻഡ് ഉണ്ടാവും നമ്മുടെ DNA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ DNA രണ്ട് സ്ട്രാൻഡ് നമ്മൾ വരയ്ക്കും അല്ലെ, രണ്ട് കോണിപ്പടി പോലെയല്ലേ നമ്മൾ പറയാറ് എപ്പോഴും നമ്മുടെ DNA. അപ്പോ രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ട്. ഇനി അടുത്ത ഫീച്ചർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് ബാക്ക് ബോൺ ഈസ് ഫോംഡ് ഓഫ് ഷുഗർ, ഫോസ്ഫേറ്റ്, പിന്നെന്താണ്? നൈട്രജൻ. ഇതൊക്കെയാണ് ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഒരു ഷുഗർ മോളിക്യൂള്, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്. നമ്മൾ വരച്ച് കണ്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ്? ഫോസ്ഫേറ്റ്, പിന്നെന്താണ് ഇതുപോലെ ഇരിക്കുന്ന എന്താണ്? ഷുഗർ, പിന്നെ ഒരു റെക്ടാംഗിൾ ആയിട്ടുള്ളത് എന്താണ്? ഇതാണ്. ഇതിന് ഒന്നിച്ച് പറയുന്ന പേരാണ് എന്തെന്ന്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ DNA ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? The two chains have anti-parallel polarity. രണ്ട് ചെയിൻസും എന്താണ്? ആന്റി പാരലൽ ആണ്. അതായത് ഒരു ചെയിൻ 5' to 3' ആണെങ്കിൽ മറ്റേ ചെയിൻ എങ്ങനെയായിരിക്കും? 3' to 5'. ഇതാണ് എന്തെന്ന് പറയണത്? ആന്റി പാരലൽ polarity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്ത എന്താണ്? The nitrogen bases are paired through hydrogen bonds. നൈട്രജൻ ബേസസ് പെയർ ചെയ്തിരിക്കുന്ന എങ്ങനെയാണ്? ഹൈഡ്രജൻ ബോണ്ടുകൾ വെച്ചിട്ടാണ്. അവിടെ നോക്കിയേ, അഡിനിൻ ഫോംസ് 2 ഹൈഡ്രജൻ ബോണ്ട്സ് വിത്ത് തൈമീൻ. അഡിനിൻ ആണെങ്കിൽ അവിടെ എന്തുണ്ട്? 2 ഹൈഡ്രജൻ ബോണ്ട്. അറിയാം, അഡിനിൻ എപ്പോഴും ആരെയായിട്ടേ പെയർ ചെയ്യുള്ളൂ? തൈമിനായിട്ട്. DNA എടുക്കുകയാണെങ്കിൽ കേട്ടാ. RNA-ലാണെങ്കിൽ അഡിനിൻ അവിടെ എന്തായിരിക്കും? യുറാസിലായിട്ടായിരിക്കും പെയർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ്? DNA ഫീച്ചേഴ്സ് അല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അഡിനിൻ 2 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ് തൈമീൻ ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അതേപോലെ നോക്കിയേ, സൈറ്റോസിൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? സൈറ്റോസിൻ ട്രിപ്പിൾ ആണ്, 3 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ് ഗ്വാനിനായിട്ട് എന്ത് ചെയ്യുന്നത്? ജോയിൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത നോക്കിയേ, there are 10 base pairs in each turn. അതായത് ഓരോ ചുറ്റിലും, അതായത് നമുക്കറിയാം നമ്മുടെ DNA എന്താണ്? ഒരു ചുറ്റുഗോവണി പോലെയാണ് എന്ത് ചെയ്യുന്നത്? പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ കറങ്ങിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ DNA പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരൊറ്റ ടേണില് 10 ബേസ് പെയർസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര? 10 എണ്ണം. ഇങ്ങനെ 10 ബേസ് പെയർസ് ഉണ്ടാവും. ഈ 10 ബേസ് പെയർസിൽ 2 ബേസ് പെയർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 0.34 നാനോമീറ്റർ. അപ്പൊ 2 ബേസ് പെയർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 0.34 നാനോമീറ്റർ ആണെങ്കിൽ അതിന്റെ പിച്ച്, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. നമുക്ക് സിമ്പിൾ ആണല്ലോ കണ്ടുപിടിക്കാനായിട്ട്. അതായത് 2 ബേസ് പെയർസ് തമ്മിൽ 0.34 ആണെന്നുണ്ടെങ്കിൽ മൊത്തം കണ്ടുപിടിക്കണമെങ്കിൽ മൊത്തം ബേസ് പെയർസ് എത്ര ഉണ്ട്? 10 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് 0.34 into 10 ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ദാറ്റ് ഈസ് 3.4. മനസ്സിലായില്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സാലിയൻ ഫീച്ചർ. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ബാക്കിയുള്ള 2 പോയിന്റ്സ് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യും മതി. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പഠിച്ചു, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ DNA സാലിയൻ ഫീച്ചേഴ്സ് കംപ്ലീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദിക്കുന്നു, പറയാതിരിക്കാൻ പറ്റൂല. നോക്കിയേ, ഐഡന്റിഫൈ ദ ഫിഗർ ഏതാണ്? ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണത്. ദിസ് ഈസ് ന്യൂക്ലിയോസോം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ദ ഹിസ്റ്റോൺ കോർ? ഹിസ്റ്റോൺ കോറിൽ എത്ര മോളിക്യൂൾസ് ആണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്? 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആണ്. എത്ര മോളിക്യൂൾസ് ഉണ്ട്? 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആണ് എന്തിലുള്ളത്? നമ്മുടെ ഹിസ്റ്റോൺ കോറിലുള്ളത്. ഇനി അടുത്ത എന്താണ്? എക്സ്പ്ലെയിൻ ദ പാക്കേജിംഗ് ഓഫ് DNA ഹെലിക്സ് ഇൻ യൂക്കാരിയോട്സ്. പാക്കേജിംഗ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ന്യൂക്ലിയോസോം എന്താന്ന് പറഞ്ഞാൽ മതി. എന്താണ് ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ? is negatively charged DNA. Negatively charged DNA is wrapped around positively
ചാർജ്ഡ് ഹിസ്റ്റോൺ ഒക്ടോമർ. ഹിസ്റ്റോൺ ഒക്ടോമർ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടോമർ. ഇതാണ് നമ്മുടെ പാക്കേജിങ് എന്താന്ന് ചോദിച്ചാൽ എഴുതുന്നത്. ന്യൂക്ലിയോസോമിന്റെ ഡെഫിനിഷൻ എഴുതിയാൽ മതി. ഓക്കെ, എന്താണ് നെഗറ്റീവ്ലി ചാർജ്. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ്ലി ചാർജ് DNA. ഇത് എവിടെ ചുറ്റിയിരിക്കുന്നത്? നമ്മുടെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഹിസ്റ്റോൺ ഒക്ടോമറും എന്ത് ചെയ്തിട്ടുണ്ട്? റാപ്പ് ചെയ്ത് ചുറ്റിയിരിക്കുന്നത്. അതാണ് നമ്മുടെ പാക്കേജിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹിസ്റ്റോൺ ഒക്ടോമറിനെ നെഗറ്റീവ് ചാർജ് കിട്ടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ലൈസിൻ, അർജിനിൻ പോലെയുള്ള അമിനോ ആസിഡ്സ് ഉള്ളത് കൊണ്ടാണ് ഹിസ്റ്റോൺ ഒക്ടോമർ പോസിറ്റീവ് ചാർജ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അണ്ടർ മൈക്രോസ്കോപ്പ് ക്രോമാറ്റിൻ ഈസ് സീൻ ആസ് beads on string like structure. Here beads represent the structures called dash. അതായത് നമ്മള് ഈ പറഞ്ഞ ക്രൊമാറ്റിനെ, അതായത് ഈ പറഞ്ഞ ക്രോമോസോം ഇല്ലേ നമ്മുടെ ക്രോമോസോം ഒന്ന് കൺസ്ട്രിക്ട് ചെയ്താൽ ഉണ്ടാവുന്ന സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത് ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഈ ക്രോമാറ്റിനെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് എന്താണ്? ഒരു ബീഡ്സ് ഓൺ സ്ട്രിങ്, അതായത് ഒരു മാലയിൽ മുത്തുകോർത്ത പോലെ കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് ബീഡ്സ് എന്താണ് എന്നാണ് ചോദിച്ചത്. ബീഡ്സ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ന്യൂക്ലിയോസോം. എന്തെന്ന് പറയുന്നത് ഇവിടെ ബീഡ്സ് ആയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In a cell, euchromatin and heterochromatin can be observed under microscope. Distinguish between euchromatin and പറഞ്ഞു ക്രോമോസോംസ് കൺസ്ട്രിക്ട് ചെയ്തുണ്ടാവുന്നതാണ് ക്രോമാറ്റിൻ. ആ ക്രോമാറ്റിൻ രണ്ട് തരത്തിലുണ്ട്, യൂക്രോമാറ്റിനും ഉണ്ട് ഹെട്രോക്രോമാറ്റിനും ഉണ്ട്. അത് ഡിഫറൻസ്, അതിന്റെ ഡിഫറൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് യൂക്രോമാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതില് ലൂസിലി പാക്ഡ് ആണ്, അല്ലെ? ലൂസിലി പാക്ഡ്. ഹെട്രോക്രോമാറ്റിൻ എങ്ങനെയാണ്? ഹെട്രോക്രോമാറ്റിൻ ഡെൻസിലി പാക്ഡ് ആണ്. ഡെൻസിലി പാക്ഡ്, അതായത് ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഹെട്രോക്രോമാറ്റിൻ. ഇനി ഇത് ലൂസിലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺവൈൻഡ് ചെയ്ത്, അതായത് അഴിഞ്ഞു മാറി ഇവർക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ പറ്റും. ദാറ്റ് ഈസ് എന്താണ്? ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ്. അവരെന്തായിരിക്കും? ആക്റ്റീവ് ആണ്, അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടത്തും. ഇവര് ട്രാൻസ്ക്രിപ്ഷൻ നടത്തും. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? ഹെട്രോക്രോമാറ്റിൻ ഡെൻസിലി പാക്ഡ് അല്ലേ, നല്ല ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ അവർക്ക് അൺവൈൻഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്ക്രിപ്ഷൻ നടത്തില്ല. അപ്പോ ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് എന്ന് പറയാം. ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് ആണ്, അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടത്തില്ല. ഓക്കെ, ഇനി ഇവിടെ എന്തായിരിക്കും? ചെയിൻ കൊടുക്കുമ്പോൾ ലൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ? ചെയിൻ പിടിക്കുള്ളൂ. അപ്പൊ ചെയിൻസ് ലൈറ്റ്. ഹെട്രോക്രോമാറ്റിൻ അങ്ങനെയല്ല. ഹെട്രോക്രോമാറ്റിൻ എന്താ? നല്ല ഡാർക്ക് സ്റ്റെയിൻ ആയിരിക്കും. എന്താണ്? അതായത് സ്റ്റെയിൻ നമ്മൾ നൽകുമ്പോൾ ഡാർക്ക് ആയിട്ട് അവിടെ എന്ത് ചെയ്യും? പിടിക്കും. അപ്പൊ അതുകൊണ്ട് സ്റ്റെയിൻസ് ഡാർക്ക്. ഇത്രയും എഴുതിയാൽ മതി. സിമ്പിൾ അല്ലേ? എന്ത് സിമ്പിൾ ആണെന്ന് നോക്കിയേ. ഡിഫറൻസ് കഴിഞ്ഞ്. ഈ 3 പോയിന്റ്, ഒരെണ്ണത്തിൽ 3 പോയിന്റ് വെച്ച് കഴിഞ്ഞു. യൂക്രോമാറ്റിനും ഹെട്രോക്രോമാറ്റിനും തമ്മിൽ ഡിഫറൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Explain the transformation experiments performed by Frederick Griffith with bacteria Streptococcus pneumoniae. നമ്മുടെ ഫെഡറിക് ഗ്രിഫിത്ത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ വെച്ച് ചെയ്ത എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്, അല്ലെ? അതാദ്യം നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. എന്തായിരുന്നു അതിന്റെ എയിം? എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞ ഫെഡറിക് ഗ്രിഫിത്ത് ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു പ്രൂവ് the role of DNA in inheritance. അതായത് നമ്മുടെ പാരമ്പര്യത്തിൽ ഇൻഹെറിറ്റൻസില് DNA റോൾ എന്താണ്, പങ്ക് എന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടി ചെയ്തൊരു എക്സ്പെരിമെന്റ് ആണ് ഈ ഗ്രിഫിത്ത് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ്. ആരൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്? എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയനെയും അടുത്തതാരെയാണ്? മൈസിനെയാണ്, എലിനെയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. നോക്കാം. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ 2 സ്ട്രെയിൻ ഉണ്ടായിരുന്നു, 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് എന്താണ്? എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറയും. അടുത്തതാണ് ആർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ റഫ് സ്ട്രെയിൻ എന്നാണ്.
ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, ഒരു മ്യൂക്കസ് കോട്ട് ഉണ്ടായിരുന്നു. ഒരിക്കൽ എന്തുണ്ട്, മ്യൂക്കസ് കോട്ട്. പക്ഷേ ആർ സ്ട്രെയിൻ എന്തില്ല, ഈ പറഞ്ഞ മ്യൂക്കസ് കോട്ട് ഇല്ല. അപ്പൊ നോ മ്യൂക്കസ് കോട്ട്, നോ മ്യൂക്കസ് കോട്ട് ആയിട്ട് അവർക്ക് എന്താണ്, മ്യൂക്കസ് കോട്ട് ഉള്ളത് കൊണ്ട് തന്നെ അവർ എന്തുണ്ടാക്കും, ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കും. അപ്പോ കോസ് ന്യൂമോണിയ, കോസ് അതായത് മ്യൂക്കസ് കോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൻസ് സെൽസിൽ നിന്ന് ഈ പറഞ്ഞ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത്, മ്യൂക്കസ് കോട്ട്. അപ്പൊ മ്യൂക്കസ് കോട്ട് ഉള്ളത് കൊണ്ട് ഡിഫൻസ് സെൽസിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, ഇവരെ നശിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ന്യൂമോണിയ അസുഖം ഉണ്ടാവുന്നത്. അപ്പോ അതുപോലെ തന്നെ ഇതെന്താണ്, വൈറുലന്റ് ആണ്, രോഗമുണ്ടാക്കുന്ന ആളല്ലേ, മാരകമാണ് എസ്ട്രെയിൻ എന്ന് പറയുന്നത്, മാരകമായിട്ടുള്ള ഒരാളാണ്. അടുത്ത നോക്കിയേ, ആർസ്ട്രെയിൻ എന്തില്ല, മ്യൂക്കസ് കോട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഡിഫൻസ് സെൽസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആർസ്ട്രെയിനെ വേഗം എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രോയ് ചെയ്ത് കളയും. അതുകൊണ്ട് രോഗം വരില്ല. അപ്പൊ ഡു നോട്ട് കോസ് ന്യൂമോണിയ അല്ലേ, ഡു നോട്ട് കോസ് ന്യൂമോണിയ, ന്യൂമോണിയ ഉണ്ടാക്കുന്നില്ല, ഡു നോട്ട് കോസ്. അതേപോലെ തന്നെ നോൺ വയറലന്റ് ആണ്, അതായത് അസുഖം ഉണ്ടാക്കുന്നില്ലല്ലോ, അപ്പൊ അത് മാരകമല്ല, നോൺ വയറലന്റ്. ഇതാണ് രണ്ട് ടൈപ്പ് എന്ത്, നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് കിടക്കാം. എക്സ്പെരിമെന്റിൽ ആദ്യം അദ്ദേഹം എന്താണ് ചെയ്തത്, ആദ്യം അദ്ദേഹം നമ്മുടെ എസ്ട്രെയിൻ ബാക്ടീരിയനെ നമ്മുടെ മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, എസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചേ, ന്യൂമോണിയ ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ എസ്ട്രെയിൻ ബാക്ടീരിയനെ കുത്തിവെച്ച് കഴിഞ്ഞാൽ മൈസ് എന്താവും, മൈസ് ഡൈ ആവും, മൈസ് ചത്തുപോയി, ഡൈ ആയി. അടുത്തത് നോക്കിയേ, അടുത്തത് ആർ സ്ട്രെയിൻ ആണ് അദ്ദേഹം എടുക്കുന്നത്. അദ്ദേഹം ആർ സ്ട്രെയിൻ ബാക്ടീരിയനെ എടുത്തിട്ട് എന്ത് ചെയ്ത്, ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ മൈസിന് എന്ത് സംഭവിച്ചു, ആർ സ്ട്രെയിൻ ബാക്ടീരിയ ന്യൂമോണിയ ഉണ്ടാക്കുന്നതാണോ, അല്ല. അപ്പൊ മൈസിന് എന്തെങ്കിലും സംഭവിക്കോ, ഇല്ല. മൈസ് എന്താണ്, ജീവനോടെ ഇരുന്നു, മൈസ് ജീവനോടെ ഇരുന്നു, അതിനൊന്നും. ഇനി അടുത്ത നോക്കിയേ, അടുത്ത അദ്ദേഹം എസ്ട്രെയിൻ ബാക്ടീരിയനെ കേട്ടാ, എസ്ട്രെയിൻ ബാക്ടീരിയ പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, ഹീറ്റ് ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു, അവരെ ടോക്സിൻസ് നശിപ്പിച്ചു. ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിൻ ബാക്ടീരിയനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കുത്തിവെച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് സംഭവിച്ചു, മൈസ് ജീവനോടെ ഇരുന്നു, മൈസ് ഇനി അദ്ദേഹം എന്ത് ചെയ്തു, എസ്ട്രെയിൻ ബാക്ടീരിയ, ഏത് എസ്ട്രെയിൻ ബാക്ടീരിയനാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്, ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിൻ ബാക്ടീരിയ. അതിന്റെ കൂടെ അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ ന്യൂമോണിയ കോസ് ചെയ്യാത്ത ആരുണ്ട്, ആർ സ്ട്രെയിൻ ബാക്ടീരിയനെ രണ്ടും കൂടെ ഇൻജെക്ട് ചെയ്ത് കൊടുത്തു. സാധാരണ ഇവിടെ സംഭവിക്കേണ്ടത് എന്താണ്, എസ്ട്രെയിൻ ഹീറ്റ് കിട്ടാണ്, അപ്പൊ മൈസ് ചാവോ, ഇല്ല. ഇനി ആർ സ്ട്രെയിൻ രോഗം വരുന്നതല്ല അല്ലെ, അപ്പൊ ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കേണ്ടത്, മൈസിനോട് ഇരിക്കണം, ലൈവ് ആവണം. പക്ഷേ ഇവിടെ മൈസ് എന്താണ് സംഭവിച്ചത്, ഡൈ ആയി, അതായത് എലി. അപ്പൊ അദ്ദേഹം അതിന്റെ കാരണം എന്ത് മനസ്സിലായി, നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി അദ്ദേഹത്തിന്, നമ്മുടെ ആർ സ്ട്രെയിൻ ബാക്ടീരിയ എന്തായി മാറി, എസ്ട്രെയിൻ ബാക്ടീരിയ ആയിട്ട് ഇരിക്കണം. ആർ സ്ട്രെയിൻ ബാക്ടീരിയക്ക് ശരിക്കും എന്തില്ല, മ്യൂക്കസ് കോട്ട് ഇല്ലല്ലോ. പക്ഷേ ഈ ആർ സ്ട്രെയിൻ ബാക്ടീരിയ മ്യൂക്കസ് കോട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് എന്തായി മാറി, വിഷം മാറി, ആരായിട്ട് മാറി, എസ്ട്രെയിൻ ബാക്ടീരിയ ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്താ മനസ്സിലായി, ദിസ് മസ്റ്റ് ബി ഡ്യൂ ടു ദി ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. അതായത് നമ്മുടെ എസ്ട്രെയിൻ ബാക്ടീരിയയിൽ നിന്ന് ജനറ്റിക് മെറ്റീരിയൽ എങ്ങോട്ട് കടന്നു, ആർ സ്ട്രെയിൻ ബാക്ടീരിയയിലേക്ക് കടന്നു. അത് കാരണമാണ് ആർ സ്ട്രെയിൻ എന്തായി മാറിയത്, എസ്ട്രെയിൻ ആയി മാറി. അതാണ് അദ്ദേഹത്തിന് കിട്ടിയ കൺക്ലൂഷൻ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ, നമ്മുടെ ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത നോക്കിയേ, ഐഡന്റിഫൈ ദ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് RNA ഓവർ DNA ആസ് എ ജനറ്റിക് മെറ്റീരിയൽ. അതായത് നമ്മുടെ RNA DNA രണ്ട് ന്യൂക്ലിക് ആസിഡ്സ് ആണ് അല്ലെ, ഇവര് തമ്മിലുള്ള എന്താണ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ്, DNA-യിൽ നിന്ന് RNA-ക്കുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നും ചോദിക്കാം, അല്ലെങ്കിൽ RNA-യിൽ നിന്ന് DNA-ക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നും ചോദിക്കാം. എന്താണ് നമ്മുടെ DNA എന്ന് പറഞ്ഞാൽ എന്താണ്, DNA മോർ സ്റ്റേബിൾ, സിമ്പിൾ ആണ്, ഒരൊറ്റ വാക്കി കഴിയും. DNA ഈസ് മോർ stable and chemically active.
കെമിക്കലി എന്താണ്, കെമിക്കലി ആക്റ്റീവ്. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. RNA അപ്പൊ എന്തല്ല, ഇതപ്പോ അഡ്വാൻറ്റേജ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് DNA. നമുക്ക് RNA ഡിസഡ്വാൻറ്റേജ് എങ്ങനെ എഴുതാൻ പറ്റും? RNA ഈസ് നോട്ട് സ്റ്റേബിൾ ആൻഡ് നോട്ട് കെമിക്കലി. DNA എപ്പോഴും എന്താണ്, സ്റ്റേബിൾ ആണ്. കാരണം DNA പെട്ടെന്ന് എന്ത് വരില്ല, മ്യൂട്ടേഷൻ സംഭവിക്കില്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലെൻഡർ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഹെർഷി ചേസ് എക്സ്പെരിമെന്റ് പറയും. പ്രൂവ്ഡ് ദാറ്റ് DNA is genetic material. ചോദ്യം എന്താണ്? നെയിം ദ ഓർഗാനിസംസ് യൂസ്ഡ് ഫോർ ദിസ് എക്സ്പെരിമെന്റ്. നമ്മള് ഹെർഷി ചേസ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ബ്ലെൻഡർ എക്സ്പെരിമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൂവ് ദി ജെനറ്റിക് മെറ്റീരിയൽ DNA. DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്യാൻ എടുത്ത ഒരു എക്സ്പെരിമെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ബ്ലെൻഡർ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഹെർഷി ചേസ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓർഗാനിസംസ് ഏതിനു ഉപയോഗിച്ചിട്ടാണ് അവിടെ എക്സ്പെരിമെന്റ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടുത്തെ ഓർഗാനിസം ആണ് നമ്മുടെ ബാക്ടീരിയോഫേജ് വൈറസസ്. ഏതാണ്? ബാക്ടീരിയോഫേജ് വൈറസസ് ആൻഡ് ഈക്കോളി ബാക്ടീരിയ. കോളി ബാക്ടീരിയ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓർഗാനിസം. എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മൈക്രോ ഓർഗാനിസം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദിസ് എക്സ്പെരിമെന്റ്? 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഇൻഫെക്ഷൻ ഉണ്ട്, ബ്ലെൻഡിങ് ഉണ്ട്, പിന്നെ എന്താണ്? സെൻട്രിഫ്യൂഗേഷൻ. ഇതാണ് നമ്മുടെ ബ്ലെൻഡർ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഹെർഷി ചേസ് എക്സ്പെരിമെന്റിലുള്ള 3 സ്റ്റെപ്പുകൾ. ഇതൊക്കെയാണ് ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ എക്സ്പെരിമെന്റ്? എങ്ങനെയാണ് ഈ എക്സ്പെരിമെന്റ് അദ്ദേഹം ചെയ്തത്? ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം ഒരു മീഡിയം, അതായത് എന്ത് മീഡിയത്തിലാണ്? ഫോസ്ഫറസ് 32, അതായത് P32 അടങ്ങിയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഒരു മീഡിയത്തിൽ അദ്ദേഹം എന്ത് കൾട്ടിവേറ്റ് ചെയ്തു? ബാക്ടീരിയോഫേജ് വൈറസസിനെ കൾട്ടിവേറ്റ് ചെയ്യണം. അതിനുശേഷം വേറൊരു മീഡിയവും എടുത്തിട്ടുണ്ട് അദ്ദേഹം. ഒന്ന് ഫോസ്ഫറസ് 32-ലാണെന്നുണ്ടെങ്കിൽ അടുത്തത് സൾഫർ 35, അതായത് റേഡിയോ ആക്റ്റീവ് സൾഫറിലിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്തത്. ആദ്യത്തെ കുറച്ച് ബാക്ടീരിയോഫേജിനെ എവിടെ ഇട്ടു? ഫോസ്ഫറസിലിട്ട് കൾട്ടിവേറ്റ് ചെയ്തു. അടുത്തതിനെ എന്തായിരിക്കും? സൾഫറിലിട്ട് കൾട്ടിവേറ്റ്. ഇനി ഫോസ്ഫറസിലിട്ട് കൾച്ചർ ചെയ്ത ബാക്ടീരിയോഫേജസിന്റെ DNA എന്തായി മാറി? റേഡിയോ ആക്റ്റീവ് ആയിട്ട് മാറി. അതായത് ഫോസ്ഫറസിലിട്ട് കൾട്ടിവേറ്റ് ചെയ്ത ബാക്ടീരിയോഫേജസ് വൈറസസിന്റെ DNA ആണ് എന്തായി മാറിയത്? ഫോസ്ഫറസ്, അതായത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഇനി നമ്മുടെ സൾഫറിലിട്ട് കൾട്ടിവേറ്റ് ചെയ്ത ബാക്ടീരിയോഫേജസിന്റെ പ്രോട്ടീൻ കോട്ടാണ്. എന്താണ്? പ്രോട്ടീൻ കോട്ടാണ് എന്തായി മാറിയത്? റേഡിയോ ആക്റ്റീവ് ആയിട്ട് മാറിയത്. അതായത് സൾഫർ കണ്ടെയ്നിങ് ആയിട്ട് കാണപ്പെട്ടത് എന്താണ്? പ്രോട്ടീൻ കോട്ടും ആണ്. സൾഫർ എവിടെയാണ് കാണപ്പെട്ടത്? പ്രോട്ടീൻ കോട്ട്. ഇവിടെയാണെങ്കിൽ DNA-യിൽ, ഇവിടെയാണെങ്കിൽ പ്രോട്ടീൻ. അതിനുശേഷം ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഇൻഫെക്ഷൻ അല്ലേ? ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാക്ടീരിയോഫേജ് വൈറസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈക്കോളി ബാക്ടീരിയയിലേക്ക് അറ്റാച്ച് ചെയ്തു കൊടുക്കും. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ വൈറൽ കോഡ്സിനെ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യാം. ബാക്ടീരിയയിൽ നിന്ന് വൈറൽ കോഡ്സിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ന് പറയുന്നത് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രിഫ്യൂഗ് ചെയ്യുന്നുണ്ട് അല്ലെ? സെൻട്രിഫ്യൂഗ് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് ട്യൂബുകൾ ഇങ്ങനെ ഇറക്കി വെക്കാൻ ഒരു ടൈപ്പ് ഉണ്ട്, ഒരു മിക്സി പോലെ ഇങ്ങനെ കറക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് എന്താണ്? സെൻട്രിഫ്യൂഗേറ്റർ. അതെന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ്. അതായത് നമ്മുടെ വൈറസിന്റെ ബാക്ടീരിയ പാർട്ടിക്കിൾസും രണ്ടും സെപ്പറേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗ്. അപ്പൊ സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 ടെസ്റ്റ് ട്യൂബുകൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, താഴത്തെ ഇതില് ആരായിരിക്കും? ബാക്ടീരിയയുടെ ഭാഗങ്ങളായിരിക്കും താഴത്തേൽ ഇരിക്കുന്നത്. താഴത്തേൽ ബാക്ടീരിയ, അതായത് താഴ്ഭാഗത്തെ ബാക്ടീരിയയുടെ ഭാഗങ്ങളും മുകൾ ഭാഗത്തെ ഏതായിരിക്കും? വൈറസിന്റെ ഭാഗമായിരിക്കും ഉണ്ടാവുക. നോക്കിയേ, അതില് ഈ ഭാഗത്ത് ഇവിടെ നോക്കിയേ, ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ? DNA ഫോസ്ഫർ ആയിട്ടുള്ള ബാക്ടീരിയോഫേജ് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഈക്കോളി ബാക്ടീരിയയുടെ റിമൈനിങ്സ് ആണ് ഇതിൽ കാണപ്പെടുന്നത്. ഇവിടെ നോക്കിയേ, ബാക്ടീരിയയുടെ ഭാഗത്തായിരിക്കും എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ റേഡിയോ ആക്റ്റീവ്. ഇപ്പുറത്തെ ആണെന്നുണ്ടെങ്കിൽ വൈറസിന്റെ ഭാഗത്തായിരിക്കും എന്ത് കാണപ്പെടുക? റേഡിയോ ആക്റ്റീവ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ DNA ആണ് റേഡിയോ ആക്റ്റീവ് എന്ന് അറിയാലോ. അപ്പൊ എന്ത് മനസ്സിലായി? വൈറസിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്ടീരിയയിലേക്ക് കടന്നിട്ടുണ്ട്.
ഇവിടെ കടക്കുന്നത് ഏതാണ്? DNA ആണ്. ഏതാണ് പോകുന്നത്? DNA. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ സൾഫർ കാണപ്പെട്ടത് എവിടെയാണ്? പ്രോട്ടീൻ കോട്ടിലാണ്. പക്ഷെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത് ഏത് ഭാഗത്ത് തന്നെയാണ്? വൈറസിന്റെ ഭാഗത്ത് തന്നെയാണ്. ബാക്ടീരിയയുടെ ഭാഗത്ത് റേഡിയോ ആക്റ്റീവ് കാണുന്നില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ഇവിടെ കിടക്കുന്നത് ആരെയാണ്? DNA ആണ് കിടക്കുന്നത്, മനസ്സിലായി. പ്രോട്ടീൻ കോട്ട് എന്ത് ചെയ്യുന്നില്ല? പ്രോട്ടീൻ കോട്ട് ഒരിക്കലും വൈറസിൽ നിന്ന് ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കടക്കുന്നു. ഓക്കെ, അപ്പൊ DNA തന്നെയാണ് എന്തെന്ന് പറയണത്? ജനറ്റിക് മെറ്റീരിയൽ. അതായത് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് പോകുന്നത് ഇത് തന്നെയാണ്? നമ്മുടെ DNA ആണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഹെർഷീസ്. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ടത് ഈ സ്റ്റെപ്പുകൾ മാത്രമാണ്. എപ്പോഴും ചോദിക്കുന്നത് സ്റ്റെപ്പുകൾ മാത്രമാണ് കേട്ടോ. ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓക്കെ, ഐഡന്റിഫൈ ദ എബോവ് പ്രോസസ്. തന്നിരിക്കുന്ന പ്രോസസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പ്രോസസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്? ഇതാണ് നമ്മുടെ DNA റെപ്ലിക്കേഷൻ. Name the enzyme required to polymerize the DNA strand. DNA strand ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ദാറ്റ് ഈസ് DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് ആണ് എന്ത്? നമ്മുടെ റെപ്ലിക്കേഷന് സഹായിക്കുന്ന എൻസൈം എന്ന്. അടുത്ത ചോദ്യം എന്താണ്? നെയിം ദ എൻസൈം റിക്വയർഡ് ടു ജോയിൻ ദ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ്. ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ഗേസ് ആണ്. ഏതാണ്? ഗേസ്. ഈ ഗേസ് ആണ്. നമുക്ക് ഒന്ന് റിപ്ലിക്കേഷൻ ഒന്ന് നോക്കാം അല്ലെ, എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. എന്താണ്? രണ്ട് സ്ട്രാൻഡ് അല്ലെ, രണ്ട് സ്ട്രാൻഡ് കാണുന്നുണ്ട്. നോക്കി, രണ്ട് സ്ട്രാൻഡ് ഉണ്ട്. ഒന്നെന്താണ്? 3' to 5' ആണെങ്കിൽ മറ്റേ സ്ട്രാൻഡ് എന്തായിരിക്കണം? 5' to. റിപ്ലിക്കേഷൻ നടക്കുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട്. അത് എപ്പോഴും ഏത് ഡയറക്ഷനിലേ നടക്കുള്ളൂ? 5' to 3'. 5' to 3' ഡയറക്ഷനിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? റിപ്ലിക്കേഷൻ ആയാലും ട്രാൻസ്ക്രിപ്ഷൻ ആയാലും നടക്കുള്ളൂ. ഇവിടെ നോക്കിയേ, പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടാവണം അല്ലെ. പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടാവുമ്പോൾ ഇവിടെ നോക്കിയേ 3' to 5' ഡയറക്ഷൻ നടക്കേണ്ടത് ഏത് ഡയറക്ഷനിലായിരുന്നു? 5' to 3'. അപ്പൊ ഇവിടെ നോക്കിയേ, പുതിയ സ്ട്രാൻഡ് ഉണ്ടാവും 5' to 3' ഡയറക്ഷൻ. 5' to 3' ഡയറക്ഷനിൽ ഉണ്ടായി, ഫോം ചെയ്തു. രണ്ടിന്റെയും പൊളാരിറ്റി നോക്കിയേ, ഓപ്പോസിറ്റ് ആയില്ലേ? ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. എന്താണ് അപ്പോ? ഇവിടെ അപ്പൊ കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണ്. കണ്ടിന്യൂസ്. ഇത് കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണ്. അതായത് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല അല്ലെ. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കും. ഇപ്പുറത്തെ സൈഡിൽ നോക്കിയേ 5' to 3' ആണ്. ഉണ്ടാവേണ്ട ഡയറക്ഷനും എന്ത് തന്നെയാണ്? 5' to 3' ആണ്. ഇങ്ങനെ ഉണ്ടായി എന്ന് വിചാരിക്കാം. പക്ഷെ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാല് ഇവിടെ നോക്കിയേ, ഇതിന്റെ പൊളാരിറ്റി സെയിം ആവും. പൊളാരിറ്റി എപ്പോഴും എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ആയിരിക്കണം. ഒന്ന് 5' to 3' ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കണം? 3' to 5' ആയിരിക്കണം. പക്ഷെ ഇവിടെ രണ്ട് പൊളാരിറ്റിയും സെയിം ആവൂലേ? അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ ശരിയാവും? ഇല്ല. ഇവിടെ അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ആദ്യം ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് അവിടെ റിപ്ലിക്കേഷൻ നടക്കുന്നത്. ആദ്യം 5' to, പിന്നെയും 5' ഇങ്ങനെ ഷോർട്ട് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് അവിടെ എന്ത് ചെയ്യും? റെപ്ലിക്കേഷൻ നടത്തും. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടിന്യൂ, അതായത് നമ്മൾ ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യാൻ എടുക്കുന്ന എൻസൈം ഏതാണ്? ലിഗേസ് ആണ് അല്ലെ. ആ ലിഗേസ് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യുന്നത്. ഈ ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്ത് ഒരൊറ്റ സ്ട്രാൻഡ് ആക്കി മാറ്റും. നോക്കിയേ, 5' to 3' ഡയറക്ഷനിൽ അപ്പൊ എന്ത് ചെയ്ത്? റിപ്ലിക്കേഷൻ നടക്കുകയും ചെയ്തു. അതിന്റെ പൊളാരിറ്റി എന്തായത്? ഓപ്പോസിറ്റ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ എപ്പോഴും എന്തായിരിക്കും? ഇവിടെ കാണുമ്പോ ഇവിടെ എന്ത് ചെയ്യും? ഇതേപോലെ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് പിക്ചർ എന്ത് ചെയ്യും? ഇങ്ങനെ ഷോർട്ട് ആയിട്ട് വിട്ടായിരിക്കും, ഫ്രാഗ്മെന്റ്സ് പോലെ ആയിരിക്കും ഈ ഭാഗം കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, ലിഗേസ് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ജോയിൻ ചെയ്യും, ഒറ്റ സ്ട്രാൻഡ് ആക്കി. ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ഈ സ്ട്രാൻഡിനെ അറിയപ്പെടുന്നത് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്നാണ്. എന്താണ്? ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഇത് റിപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഫ്രാഗ്മെന്റ്സിന് ഒരു പേര് പറയുന്നുണ്ട്. അതിന്റെ പേരാണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. എന്താണ് ഫ്രാഗ്മെന്റ്സിന്റെ പേര്? ഒക്കാസാക്കി
ഫ്രാഗ്മെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ DNA പൊതുവായിട്ട് അപ്പൊ മെയിൻ എൻസൈംസ് ഏതൊക്കെയാണ് DNA റിപ്ലിക്കേഷനിൽ? DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസും അതേപോലെ തന്നെ ഏതായിരുന്നു ലിഗേസുമാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന എൻസൈംസ്. അത് കൂടാതെ വേറെ രണ്ട് എൻസൈംസും കൂടി. ഒന്നെന്താണ് ടോപ്പോ ഐസോമെറേസ്. ടോപ്പോ ഐസോമെറേസ് എന്ന് പറയുമ്പോൾ that helps to release tension while unwinding. അതായത് നമ്മുടെ DNA എന്താണ്? DNA എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ കെട്ടുകുടുങ്ങിയിരിക്കുകയാണ് അല്ലെ? ഇത് എന്ത് ചെയ്യണം? റിപ്ലിക്കേഷൻ നടത്താനാണെങ്കിലും അതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ നടത്താനാണെങ്കിലും ഇത് അൺവൈൻഡ് ചെയ്യണം, അഴിഞ്ഞു മാറണം. ഈ അഴിഞ്ഞു മാറുമ്പോൾ നോക്കിയേ, ഇവിടെ ഇങ്ങനെ കെട്ടുകുടുങ്ങിയിരിക്കും. ഈ ഭാഗമാണ് അഴിഞ്ഞു മാറുന്ന വിചാരിക്കാം. ഒരു ഭാഗം, ഈ ഒരു ഭാഗം അഴിഞ്ഞു മാറി എന്ന് വിചാരിക്കാം. ഒരു ഭാഗം അഴിഞ്ഞു മാറി. ഈ അഴിഞ്ഞു മാറുമ്പോൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടെൻഷൻ ഉണ്ടാവും, ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ആണ് ഇതെന്ന് പറയുന്നത് ടോപ്പോ ഐസോമെറേസ്. അടുത്ത വേറൊരു എൻസൈം ഉണ്ട്, അതിന്റെ പേരാണ് DNA ഹെലിക്കേസ്. DNA ഹെലിക്കേസ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ helps in unwinding. അതായത് ഈ DNA അഴിഞ്ഞു മാറാനായിട്ട് സഹായിക്കുന്ന ഒരു എൻസൈം ആണ് ഇതെന്ന് പറയുന്നത് DNA. അപ്പൊ രണ്ട് എൻസൈമിന്റെ ഫംഗ്ഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? DNA റിപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വിത്ത് പിക്ചർ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് റിസൾട്ട് ഓഫ് എ ഫേമസ് എക്സ്പെരിമെന്റ് ഈസ് ഗിവൺ ഇൻ ദ ഫിഗർ. ഒരു റിസൾട്ട് തന്നിട്ടുണ്ട്, ഒരു എക്സ്പെരിമെന്റ് റിസൾട്ട്. ഐഡന്റിഫൈ ദ എക്സ്പെരിമെന്റ് എന്നാണ് ചോദിച്ചത്. എന്താണ് ഈ എക്സ്പെരിമെന്റ്? എന്താണ് ഈ എക്സ്പെരിമെന്റ്? എന്താണ്? ദിസ് ഈസ് സെമി കൺസർവേറ്റീവ് DNA റിപ്ലിക്കേഷൻ. എന്താണ്? സെമി കൺസർവേറ്റീവ് DNA. അതാണ് ഈ. ഇനി which property of DNA is proved by experiment? ഏത് പ്രോപ്പർട്ടിയാണ് DNA? while completing replication കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ DNA molecule contains one parental strand and one fully synthesized daughter strand. അതായത് റിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ DNA സ്ട്രാൻഡിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു സ്ട്രാൻഡ് എന്തായിരിക്കും? പാരന്റൽ സ്ട്രാൻഡ് ആണ്. അതായത് പാരന്റൽ സ്ട്രാൻഡിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു ഡോട്ടർ സ്ട്രാൻഡ് വന്നു ചേരുക. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു എക്സ്പെരിമെന്റ്. ഇങ്ങനെയാണ് നമ്മുടെ റിപ്ലിക്കേഷൻ നടക്കുന്നത് എന്ന് ചെയ്ത അല്ലെങ്കിൽ ഇന്ന് തെളിയിച്ച ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ പേരെന്തായിരുന്നു? സെമി കൺസർവേറ്റീവ് DNA. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം അല്ലെ. ആദ്യം ഇത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്, ഈ സെമി കൺസർവേറ്റീവ് DNA പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന സയന്റിസ്റ്റുകൾ ഏതൊക്കെയായിരുന്നു? ഫ്രാൻസിസ് വാട്സണും അതുപോലെ തന്നെ ക്രിക്കും കൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറഞ്ഞ സെമി കൺസർവേറ്റീവ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ റിപ്ലിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത്. പക്ഷെ എക്സ്പെരിമെന്റ് വഴി തെളിയിച്ചത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെസൽസൺ ആൻഡ് സ്റ്റാൾ ആണ്. വ്യത്യാസമുണ്ട് കേട്ടോ. പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന വേറെ രണ്ടാൾക്കാരും എക്സ്പെരിമെന്റ് ചെയ്ത് പ്രൂവ് ചെയ്തത് ആരാണ്? മെസൽസണും സ്റ്റാളും. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഈ മെസൽസൺ സ്റ്റാളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യം അവര് നമ്മുടെ ഇക്കോളി ബാക്ടീരിയനെ എടുക്കുന്നത് കേട്ടാ. ഇക്കോളി ബാക്ടീരിയനെ ആദ്യം ഒരു 15N അതായത് ഹെവി നൈട്രജന്റെ ഐസോട്ടോപ്പിൽ ഇട്ടിട്ട് എന്ത് ചെയ്ത് കൾച്ചർ ചെയ്തപ്പോൾ അതിനുശേഷം അവരെ റിപ്ലിക്കേഷൻ നടന്നപ്പോ കിട്ടിയത് നോക്കിയത് ഇതിങ്ങനെയാണ്. അവരെ രണ്ട് സ്റ്റാൻഡിലും എന്ത് തന്നെയായിരിക്കും? 15N തന്നെയാണ് എന്ത് ചെയ്തത്? ലേബൽ ചെയ്ത്. അപ്പൊ ആദ്യം എന്ത് ചെയ്ത് നമ്മുടെ ഈക്കോളി ബാക്ടീരിയനെ അദ്ദേഹം എന്ത് ചെയ്ത് ആ 15N ഹെവി നൈട്രജന്റെ ഐസോട്ടോപ്പിൽ ഇട്ടിട്ട് എന്ത് ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്തു. അപ്പൊ അവരെ റിപ്ലിക്കേഷൻ നടത്തി നോക്കിയപ്പോ എന്ത് സംഭവിച്ചു? രണ്ട് സ്ട്രാൻഡിലും എന്ത് തന്നെയാണ് കാണപ്പെടുന്നത്? 15N തന്നെയാണ്. അതിനുശേഷം ഒരു 20 മിനിറ്റിന്
ഒരു 20 മിനിറ്റ് വരെ റിപ്ലിക്കേഷൻ നടക്കാനായിട്ട് 20 മിനിറ്റ് മതി കേട്ടോ. 20 മിനിറ്റിന് ശേഷം ഇവിടെ നിന്ന് നമ്മുടെ പോളി ബാക്ടീരിയ എടുത്തിട്ട് വേറൊരു കൾച്ചർ മീഡിയത്തിലേക്ക് മാറ്റി. അതായത് 14N ലൈറ്റ് നൈട്രജൻ ഐസോട്ടോപ്പിലേക്ക് എന്ത് ചെയ്ത് മാറ്റിയപ്പോൾ ഇവിടെ കിട്ടിയത് എന്ത് ചെയ്യണം? ഇവിടെ റെപ്ലിക്കേഷൻ നടന്ന് കിട്ടിയത് എങ്ങനെയെന്ന് റെപ്ലിക്കേഷൻ നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ രണ്ട് സ്ട്രാൻഡും എന്ത് ചെയ്യണം? അൺവൈൻഡ് ചെയ്യണം. അല്ലെ, ആദ്യം അൺവൈൻഡ് ചെയ്താലല്ലേ പുതിയ സ്ട്രാൻഡ് വരാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് സംഭവിച്ചത്? രണ്ട് സ്ട്രാൻഡും അൺവൈൻഡ് ചെയ്ത് വെച്ചു. രണ്ടും എന്ത് ചെയ്ത് മാറ്റി വെച്ചു. 15N തന്നെയല്ലേ ആയിട്ടുള്ള രണ്ട് സ്ട്രാൻഡും എന്ത് ചെയ്ത് അൺവൈൻഡ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്ത് പുതിയ സ്ട്രാൻഡ് വരെയാണ്. നേരത്തെ സെമി കൺസിസ്റ്റന്റ് DNA എന്താ പറഞ്ഞിട്ടുള്ളത്? പഴയ സ്ട്രാൻഡ് നിലനിർത്തിക്കൊണ്ട് അതുമൊക്കെ എന്ത് വരെയാണ്? പുതിയ സ്ട്രാൻഡ് വരെയാണ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നോക്കിയതേ, പുതിയ സ്ട്രാൻഡ് വന്നിട്ടാ. ഈ പുതിയ സ്ട്രാൻഡ് ഏതായിരിക്കും ലേബൽ ചെയ്തിരിക്കുക? 15N ആണോ? അല്ല, ഇപ്പൊ ഏതിലാണ് കിടക്കുന്നത്? 14N അപ്പൊ നോക്കിയേ, 14N കണ്ടാ, 14 ഇതാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇതാണ് ആദ്യം പാരന്റൽ സ്ട്രാൻഡ് നിലനിർത്തിക്കൊണ്ട് അവിടെ എന്ത് വന്നു? ഒരു സ്ട്രാൻഡ് വന്നു. ഇനി അടുത്ത നോക്കിയേ, അടുത്തത് പിന്നെയും എന്ത് ചെയ്യും? ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. 20 40 മിനിറ്റ് കേട്ടോ. 40 മിനിറ്റ് കഴിഞ്ഞു. 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കൾച്ചർ മീഡിയം മാറ്റുന്നില്ല. ഇവിടെ എന്ത് ചെയ്യണം? ഓരോ അൺവൈൻഡ് ചെയ്ത് വെക്കണം കേട്ടോ. ഇവിടെ അൺവൈൻഡ് ചെയ്ത് വെച്ച് DNA അൺവൈൻഡ് ചെയ്ത് വെച്ച് ഇനി എന്ത് ചെയ്യണം? പുതിയ സ്ട്രാൻഡുകൾ വരണം. പുതിയ സ്ട്രാൻഡുകൾ വരുമ്പോൾ വല്ല വ്യത്യാസം ഉണ്ടാ? 14 തന്നെയല്ലേ വരുള്ളൂ. കൾച്ചർ മീഡിയം നമ്മൾ മാറ്റിയിട്ടില്ല. പുതിയ സ്ട്രാൻഡ് നോക്കി, പുതിയ സ്ട്രാൻഡ് വന്നു. അപ്പോ ഇവിടെ എന്താണ്? ഇവിടെ ഒന്ന് 15N ഒരെണ്ണം എന്തായിരിക്കും? 14. ഇവിടെ രണ്ടും എന്താണ്? അതേപോലെ തന്നെ ഇവിടെ 15N 14. ഇവിടെ രണ്ടും രണ്ടും ഉള്ളത് 15N 14N ഉള്ളതിനെ നമ്മൾ എന്താ പറയാ? ഹൈബ്രിഡ് DNA എന്ന് പറയും. ഹൈബ്രിഡ് ചെയിൻ എന്ന് പറയും. ഇവിടെ ഉണ്ട് അല്ലെ, ഇവിടെ രണ്ട് ഹൈബ്രിഡ് ചെയിനും രണ്ട് 14N 14N ഉള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും? ലൈറ്റ് ചെയിൻ. ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടിയത്? രണ്ട് ലൈറ്റ് ചെയിനും ഉണ്ട്, രണ്ട് ഹൈബ്രിഡും ഉണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ഹൈബ്രിഡ് കിട്ടി. ഇതിനെ പറയുന്ന പേരാണ് ഹെവി ചെയിൻ എന്നാ പറയാ കേട്ടോ. ഇതിനെ ഹെവി. ഇതാണ് നമ്മുടെ ആ സെമി കൺസർവേറ്റീവ് DNA. ായിട്ട് പറഞ്ഞാൽ എന്താണ്? പാരന്റൽ സ്ട്രാൻഡിനെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പുതിയ ഒരു സ്ട്രാൻഡ് വരും. അതാണ് എന്തെന്ന് പറയുന്നത്? കൺസർവേറ്റീവ് DNA. ഞാൻ അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എക്സാമിന് എപ്പോഴും വരുന്ന പിക്ചർ, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റും. ഇതേപോലെ ഒരു പിക്ചർ എല്ലാത്തിലും ഉണ്ട്. നോക്കിയേ, ഫിൽ അപ്പ് ദ മിസ്സിംഗ് പാർട്സ് ആണ്. ട്രാൻസ്ക്രിപ്ഷന്റെ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഈ എ എന്ന് പറയുന്ന ഭാഗം ഏതായിരിക്കും? ഇതാണ് നമ്മുടെ പ്രൊമോട്ടർ. ഇനി ബി എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിരിക്കൂല അല്ലെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ പേര് തരൂലല്ല. അപ്പൊ ഏതായിരിക്കും? നമ്മൾ ഈ നടുക്കുള്ളത് ഏതായിരിക്കും? ദാറ്റ് ഈസ് സ്ട്രക്ചറൽ ജീൻസ്. ഇനി അടുത്ത നോക്കിയേ, സി ഏതാണ്? ദാറ്റ് ഈസ് ടെർമിനേറ്റർ. ഇത് മൂന്നുമാണ് എന്തെന്ന് പറയണത്? നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ റീജിയൻസ്, ഭാഗങ്ങൾ. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ ഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്ക് മൂന്നെണ്ണം പറയാനുണ്ട്: പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻസ്, ടെർമിനേറ്റർ. ഇത് നോക്കിയേ, റൈറ്റ് ദ റോൾ ഓഫ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. എന്താണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ റോൾ? എന്താണ്? ടു സിന്തസൈസ് mRNA അല്ലെ, mRNA ഉണ്ടാക്കണം. അതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കണം, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് കോഡിംഗ് സ്ട്രാൻഡ്? എന്താണ് കോഡിംഗ് സ്ട്രാൻഡിന്റെ? കോഡിംഗ് സ്ട്രാൻഡ് പുതിയ mRNA ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിറ്റർമൈൻസ് ദി കറക്റ്റ് ന്യൂക്ലിയോടൈഡ് അറേഞ്ച്മെന്റ് അല്ലെ, കറക്റ്റ് ന്യൂക്ലിയോടൈഡ് അറേഞ്ച്മെന്റ് ഇൻ mRNA. അതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ കോഡിംഗ് സ്ട്രാൻഡിന്റെ ഫംഗ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ കോഡിംഗ് സീക്വൻസസ് അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് സീക്വൻസസ് ഇൻ യൂകാരിയോട്സ്. എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോഡ് ചെയ്യുന്ന സീക്വൻസിനെ അറിയപ്പെടുന്ന പേരെന്താണ്?
രണ്ട് സാധനങ്ങളുണ്ട്. എന്താണ്? ഒന്ന് എക്സോൺസും ഒന്ന് ഇൻട്രോൺസും. അതിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഏതാണ്? എക്സോൺസ് ആണ് അല്ലെ? ഏതാണ്? എക്സോൺസ് ആണ്. അതായത് ഒരു പോളിപെപ്റ്റൈഡിന് കോഡ് ചെയ്യുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് എക്സോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രോൺസ് എന്തായിരിക്കും? ഇൻട്രോൺസ് ഡു നോട്ട് കോഡ് ഫോർ എനി പോളിപെപ്റ്റൈഡ്. അതായത് പോളിപെപ്റ്റൈഡിന് ഒന്നും എന്ത് ചെയ്യില്ല, കോഡ് ചെയ്യാത്തതാണ് എന്തെന്ന് പറയുന്നത്. എക്സ്പ്രസ് ചെയ്യുന്നത് ഏതാണ്? എക്സോൺസ്. എക്സ്പ്രസ് ചെയ്യാത്തത് ഏതാണ്? അപ്പൊ കിട്ടൂലേ? ഇതാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, in eukaryotes gene expression can be regulated at several levels. Write the different levels at which gene expression can be regulated. ഇവിടെ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ജീനിന്റെ എക്സ്പ്രഷൻ തടയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? ജീൻ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ? ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം? അത് റെഗുലേറ്റ് ചെയ്യണം, തടയണം. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് അത് റെഗുലേറ്റ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ 4 രീതിയിലാണ് നമുക്ക് തടയാൻ പറ്റും. ഒന്നാമത്തത് എന്താണ്? പ്രോസസിംഗ് ലെവൽ, അതായത് റെഗുലേഷൻ ഓഫ് സ്പൈസിംഗ്. നമുക്കറിയാം, നമ്മള് HNRNA mRNA ആക്കി മാറ്റുന്ന പ്രോസസ്സുകൾ അല്ലെ? എക്സ്പ്രഷൻ ഉണ്ടാക്കുന്ന പ്രോസസ്സുകളാണ് 3 പ്രോസസ്സുകൾ ഉണ്ട്. എന്തൊക്കെയാണ്? സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ്. അതില് സ്പ്ലൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളെ ഇൻട്രോൺസിനൊക്കെ, അതായത് എക്സ്പ്രസ് ചെയ്യാത്ത ഇൻട്രോൺസിനൊക്കെ മാറ്റിയിട്ട് എക്സോൺസിനെ മാത്രം ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. ആ സ്പ്ലൈസിങ് തടയാം. ഇതിനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ, mRNA ആയി മാറണമെങ്കിൽ ഈ സാധനങ്ങൾ നടക്കണം, വേണ്ടേ? അപ്പൊ ആദ്യം എന്ത് ചെയ്ത്? സ്പ്ലൈസിങ് തടഞ്ഞു. പ്രോസസിംഗ് ലെവലിൽ തന്നെ എന്ത് ചെയ്ത്? അതിനെ സ്റ്റോപ്പ് ചെയ്തു. ഇനി അടുത്ത പ്രോസസ്സ്, അടുത്ത എവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്? ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റ്. ന്യൂക്ലിയസിൽ നിന്ന് mRNA എവിടേക്ക് എത്തണം? സൈറ്റോപ്ലാസ്റ്റിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ അവിടെ പ്രോട്ടീൻ ഉണ്ടാവുള്ളൂ, എക്സ്പ്രസ് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ അത് തടഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യില്ല? ജീൻ എക്സ്പ്രസ് ചെയ്യില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്ത്? ആ ഭാഗത്ത് തടഞ്ഞു. ഇനി അടുത്ത എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, ഫോർമേഷൻ ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്, അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക? തടയുക. അടുത്ത എന്താണ്? ട്രാൻസ്ലേഷൻ ലെവൽ. അടുത്ത സ്റ്റെപ്പ് ലാസ്റ്റ് എന്താണ്? ട്രാൻസ്ലേഷൻ ലെവൽ എത്തുമ്പോൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ്. അങ്ങനെ 4 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. നിങ്ങൾ തെറ്റിക്കരുത്. ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റഡ് എന്നാണ് ചോദ്യം കേട്ടാ. റെഗുലേറ്റഡ് എന്ന് കണ്ടാൽ ഈ 4 എണ്ണം തന്നെ എഴുതണേ, മാറരുത്. സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് എഴുതരുത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജീൻ എക്സ്പ്രഷൻ എങ്ങനെ തടയാം, റെഗുലേറ്റ് ചെയ്യാം എന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ 4 പോയിന്റ് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത നോക്കിയേ, എ സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് സ്കിൻ ഓഫ് ഡിഫറെന്റ് പേഴ്സൺസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം നെയിൽസ് ഓഫ് എ മർഡേർഡ് പേഴ്സൺ. ഒരു കൊല്ലപ്പെട്ട ഒരാളുടെ നഖത്തിൽ നിന്ന് എന്ത് ചെയ്ത്? ഒരു സ്കിൻ പാർട്ട് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നു. ദിസ് ലെഡ് ടു ദ കെമിക്കൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ടു ദ ക്രൈം ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ടു ദ മർഡർ. അതായത് ഇതെന്ത് ഒരു കുറ്റവാളിയിലേക്ക് നയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചോദ്യം എന്താണ്? വാട്ട് ടെക്നിക് വാസ് യൂസ്ഡ് ബൈ ദ എന്ത് ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിച്ചത്? അതിന്റെ പേരാണ് DNA ഫിംഗർപ്രിന്റ്. എന്താണ്? DNA ഫിംഗർപ്രിന്റ് പേര്. അപ്പോ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഇൻവോൾവ് ഇൻ ദിസ് ടെക്നിക്? പ്രൊസീജിയർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതിയാൽ മതി? അതിന്റെ സ്റ്റെപ്പുകൾ എഴുതിയാൽ മതി. ഈ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ സ്റ്റെപ്പുകളാണ് എന്ന് ചോദിച്ചിട്ടുള്ളത്, പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, അപ്പൊ നമുക്ക് സ്റ്റെപ്പുകൾ നോക്കാം അല്ലെ. ഒന്നാമത്തേത് എന്താണ്? ഐസൊലേഷൻ ഓഫ് DNA ഐസൊലേറ്റ് ചെയ്തെടുക്കണം. എവിടെ നിന്നൊക്കെ എടുക്കാം? ബ്ലഡ് സ്റ്റെയിനിൽ നിന്ന് എടുക്കാം, സെമൻ സ്റ്റെയിനിൽ നിന്ന് എടുക്കാം, അതേപോലെ തന്നെ ഹെയറിൽ നിന്ന് എടുക്കാം, സ്കിന്നിൽ നിന്ന് എടുക്കാം. ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് DNA എന്ത് ചെയ്യാം? ഐസൊലേറ്റ് ചെയ്ത്. അതിനുശേഷം ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നമ്മുടെ DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈം ആണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ കിട്ടിയ DNA എന്ത് ചെയ്യുക? ഡൈജസ്റ്റ് ചെയ്യുക, അതായത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം എന്താണ്? നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് ആണ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ജെൽ ഇലക്ട്രോഫോറോസിസ്. ഈ കിട്ടിയ ഫ്രാഗ്മെന്റ്സിന് എന്ത് ചെയ്യണം? ജെൽ ഇലക്ട്രോഫോറോസിസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ കിട്ടിയ ഫ്രാഗ്മെന്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യുക, ട്രാൻസ്ഫറിങ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. അടുത്തത് ഹൈബ്രിഡൈസേഷൻ യൂസ് NTR പ്രോബ് ഉപയോഗിച്ച് ഇതിന്റെ കോപ്പീസ് ഉണ്ടാക്കാം. VNTR ഫുൾ ഫോം പഠിക്കണം, വാരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അടുത്ത എന്താണ്? ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ബൈ ഓട്ടോ റേഡിയോഗ്രഫി. ഓട്ടോ റേഡിയോഗ്രഫി വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഇമേജ് എടുക്കണം. ആ ഇമേജ് കാണപ്പെടുന്നത് എങ്ങനെയാണ്? ഓട്ടോ റേഡിയോഗ്രാം എന്നാണ് ആ ഇമേജിനെ പറയുന്നത്.
അതെങ്ങനെയായിരിക്കും ആ ഇമേജ് കാണപ്പെടുന്നത്? ഒരു ഫോം ഓഫ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ്. അതിനെയാണ് നമ്മൾ ലാസ്റ്റ് എന്ന് പറയുന്നത് DNA ഫിംഗർ. ഈ പ്രൊസീജിയർ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്, എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ DNA ഫിംഗർ പ്രിന്റിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കോഡോൺ AUG is known as initiator code. AUG കോഡോൺ AUG അറിയപ്പെടുന്നത് എന്താണ്? ഇനീഷ്യേറ്റർ കോഡോൺ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നെയിംഡ് അമിനോ ആസിഡ് കോഡഡ് ബൈ AUG. AUG കോഡ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡിന്റെ പേര് പറയാനാണ്. ഏതായിരുന്നു? മെത്തിയോണിൻ. മെത്തിയോണിനാണ് നമ്മുടെ AUG കോഡ് ചെയ്യുന്ന അമിനോ. ഇനി അടുത്ത എന്താണ്? റൈറ്റ് എനി 2 സ്റ്റോപ്പ് കോഡോൺസ്. 2 സ്റ്റോപ്പ് കോഡോൺസ് ഏതാണ്? 2 സ്റ്റോപ്പ് കോഡോൺസ് ഉള്ളൂ? അല്ല, 3 സ്റ്റോപ്പ് കോഡോൺസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു? 2AA, 2A, 2A, അങ്ങനെ 3 സ്റ്റോപ്പ് കോഡോൺസ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ കോഡോൺസിന്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കോഡോൺസിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഒന്നാമത്തെ പോയിന്റ് നമുക്കറിയാം എന്താണ്? 60. ഒന്നാമത്തെ പോയിന്റ് അതല്ല അല്ലെ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? that is codon is a 3-letter word. അതായത് codon is triplet. codon is a triplet, അതായത് ഒരു 3 ലെറ്റർ വേർഡ്. വാക്ക് എന്ന് പറയാൻ പറ്റില്ല, 3 ലെറ്റർ. അതാണ് എന്തെന്ന് പറയുന്നത്? കോഡോൺ എന്ന് പറയുന്നത് ട്രിപ്ലെറ്റ്. അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? that is 61 codons. 61 codons code for amino acid. 3 codons do not code for amino acid. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോപ്പ് കോഡോൺസ്. സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയാം, അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോൺ എന്ന് പറയാം. ടെർമിനേഷൻ കോഡോൺ അല്ലെങ്കിൽ നോൺസെൻസ് കോഡോൺ. നോൺസെൻസ്. അപ്പോ 61 കോഡോൺ എന്ത് ചെയ്യുന്നുണ്ട്? അമിനോ ആസിഡിന് വേണ്ടി കോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ 3 കോഡോൺസ് എന്ത് ചെയ്യുന്നില്ല? കോഡ് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ എന്തെന്നൊക്കെ വിളിക്കുന്നത്? സ്റ്റോപ്പ് കോഡോൺസ്, ടെർമിനേഷൻ കോഡോൺസ് ആൻഡ് നോൺസെൻസ്. അതേതൊക്കെയായിരുന്നു? UAA, AG, A. സ്റ്റോപ്പ് കോഡോൺ. ഇനി അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോഡോൺസ് ഈസ് സ്പെസിഫിക് എന്ന് പറയും. എന്താണ്? സ്പെസിഫിക്. സ്പെസിഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ one codon codes only for one amino acid. One codon codes for only one amino acid. അതായത് ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അടുത്തതാണ് പറയുന്നത് ഡീജനറസി ആണെന്ന് പറയും. ഡീജനറസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമിനോ ആസിഡിന് ഒന്നിൽ കൂടുതൽ കോഡോൺസിനെ എന്ത് ചെയ്യാൻ പറ്റും? കോഡ് ചെയ്യാൻ പറ്റും. One amino acid is coded by one amino acid coded by more than one codon. ഒരു അമിനോ ആസിഡിന് ഒന്നിൽ കൂടുതൽ കോഡോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? കോഡ് ചെയ്യാം. പക്ഷെ ഒരു കോഡോൺ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു അമിനോ ആസിഡിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത നോക്കിയേ, അടുത്തത് യൂണിവേഴ്സൽ ആണ്. കോഡോൺ എന്താണ്? യൂണിവേഴ്സൽ എന്ന്. അതായത് ഇപ്പൊ ബാക്ടീരിയ ആയാലും ബീൻസ് എടുത്താലും യു എന്ന് പറയുന്ന കോഡോൺ എന്തിനെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ? ഫീനൈൽ അലാനിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കോഡ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത പ്രോസസ് എന്താണ്? AUG അല്ലെ. AUGക്ക് എന്തുണ്ട്? ഡ്യുവൽ ഫംഗ്ഷൻ ഉണ്ട്, 2 ഫംഗ്ഷൻ ഉണ്ട്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തേ. ഡ്യുവൽ ഫംഗ്ഷൻ. ഒന്നെന്താണ്? ഇനീഷ്യേറ്റർ ആണ്. ഇനീഷ്യേറ്റർ തുടക്കക്കാരൻ, അതായത് ട്രാൻസ്ലേഷൻ തുടങ്ങണ കോഡോൺ ഏതാണ്? AUG വെച്ചിട്ടാണ്. അതേപോലെ അത് എന്തിനേയും കൂടെ കോഡ് ചെയ്യുന്നുണ്ട്? മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയും ആര് കോഡ് ചെയ്യുന്നുണ്ട്? AUG. ഇതാണ് എന്തെന്ന് പറയണത്? കോഡോണിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോഡോണിന്റെ ഫീച്ചേഴ്സ് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ഇമ്പോർട്ടന്റ് ചോദ്യം.
ഐഡന്റിഫൈ ദ പ്രോസസ്. പ്രോസസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പ്രോസസ് ആണ് അത്? ട്രാൻസ്ക്രിപ്ഷൻ ആണ് അല്ലെ? ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഇനി നോക്കിയേ, നെയിം ദ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ്. ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ദാറ്റ് ഈസ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. തെറ്റിക്കരുത് കേട്ടാ. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. റെപ്ലിക്കേഷൻ നടത്താനാണെന്നുണ്ടെങ്കിൽ ഏതാണ്? DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. അത് റെപ്ലിക്കേഷനിൽ എന്താണ് നിങ്ങൾ ആലോചിച്ചാൽ മതി. റെപ്ലിക്കേഷനിൽ നമ്മൾ DNA തന്നെയല്ലേ ഉണ്ടാവുന്നത്. DNA-യിൽ നിന്ന് DNA സ്ട്രാൻഡ് തന്നെയല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. നമ്മളെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്തായിരുന്നു? DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. സിമ്പിൾ അല്ലേ? വേഗം കിട്ടും കേട്ടാ. തെറ്റിക്കരുത് കേട്ടാ. റിപ്ലിക്കേഷനിലാണെങ്കിൽ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്, ട്രാൻസ്ക്രിപ്ഷനിലാണെങ്കിൽ എന്തായിരിക്കും? DNA ഡിപ്പെൻഡന്റ് RNA. ഇനി അടുത്തെന്താണ്? എക്സ്പ്ലെയിൻ ദ 3 മേജർ സ്റ്റെപ്സ്. 3 മേജർ സ്റ്റെപ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റെപ്പുകൾ ഉണ്ട്. ഒന്നെന്താണ്? തുടങ്ങണം. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇതാണ് എന്തെന്ന് പറയണത്? നമ്മുടെ ട്രാൻസ്ക്രിപ്ഷനിലുള്ള 3 സ്റ്റെപ്പുകൾ. പ്രോസസ്സസ് എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ്. പ്രോസസ്സസ് ഏതൊക്കെയാണ്? ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ RNA പോളിമറൈസ് ബൈൻഡ് വിത്ത് പ്രൊമോട്ടർ. പ്രൊമോട്ടറുമേക്ക് ബൈൻഡ് ചെയ്യുന്ന സെഗ്മെന്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ വരയ്ക്കാറ്? 3'2 5'2 ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലെ? ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ RNA പോളിമറൈസ് എവിടേക്ക് വന്ന് ബൈൻഡ് ചെയ്യും? പ്രൊമോട്ടറുമേക്ക് ബൈൻഡ് ചെയ്യുന്ന ആ പ്രോസസ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഇനീഷ്യേഷൻ. ഇനി ഇലോങ്ങേഷൻ എന്താണ്? RNA പോളിമറൈസ് ഇത് മുന്നോട്ട് നീങ്ങും അല്ലെ? മുന്നോട്ട് നീങ്ങുമ്പോൾ എന്ത് ചെയ്യും? ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് എന്തുണ്ടാവും? ഫോർമേഷൻ ഓഫ് mRNA ഉണ്ടാക്കും. അതാണ് ഇതെന്ന് പറയുന്നത് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ടെർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റോപ്പ് ചെയ്യാം. mRNA ഫോർമേഷൻ എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യും. നമ്മുടെ RNA പോളിമറൈസ് ടെർമിനേറ്ററിലേക്ക് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു? RNA ഫോർമേഷൻ സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഈ 3 പ്രോസസ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് ഇടയ്ക്കൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടാ ഈ ഒരു ക്വസ്റ്റ്യൻ. എന്താണ്? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് RNA. ഏതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന RNA മോളിക്യൂള്? അത് നമ്മുടെ tRNA ആണ്. എന്താണ്? tRNA, ട്രാൻസ്ഫർ RNA. ട്രൈ ദ ബേസ് സീക്വൻസ് കോംപ്ലിമെന്ററി ടു ദ ആന്റികോഡോൺ ലൂപ്പ്. ആന്റികോഡോൺ ലൂപ്പിന് ബേസ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സ്ട്രാൻഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ആന്റികോഡോൺ ലൂപ്പ് നോക്കാം. UCA എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ RNA എന്തായിരിക്കും? ഇത് RNA എന്ന് വിചാരിക്കുക. യുന് മാച്ച് ആയിട്ടുള്ള U എന്ന് പറയുമ്പോൾ യുറാസിൽ. യുറാസിലായിട്ട് ബൈൻഡ് ചെയ്യണത് എപ്പോൾ ഏതായിരിക്കും? RNA-ല് അഡിനിൻ ആണ് അല്ലെ? അഡിനിൻ. സൈറ്റോസിൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്വാനിൻ. അഡിനിൻ ആണെങ്കിൽ ഇവിടെ തൈമിൻ വരുമോ? ഇത് RNA അല്ലേ? അപ്പൊ ഏതായിരിക്കും? യുറാസിൽ. AGU. ആന്റികോഡോൺ ലൂപ്പിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ളത് ഏതാണ്? AG. നിങ്ങൾ ശ്രദ്ധിക്കുക, tRNA വരുമ്പോ എന്താണ്? mRNA ആയിരിക്കും കേട്ടോ. അവിടെ mRNA-യിലേക്കാണ് എന്ത് വരുന്നത്? tRNA വരുന്നത്. അപ്പൊ അതാലോചിക്കുക, DNA അല്ല, അപ്പൊ തൈമീൻ അല്ല അവിടെ വരാൻ. എന്താ? യുറാസിലായിരിക്കും. അത്രയും ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടാ. അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാക്ക് ഓഫ് പ്രോൺ ഇൻ ദ ആബ്സെൻസ്. ലാക്ടോസിന്റെ ആബ്സെൻസിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം ലാക്ക് ഓഫ് പ്രോൺ. എന്താണ് ഈ ഓപ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഓപ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പ്രോസസ്സ്, ഒരു ഡെഫിനിറ്റ് പ്രോസസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ജീൻസ്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ലാക്ക് ഓപ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലാക്ടോസിന്റെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ജീൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാക്ക് ഓപ്രോൺ എന്ന് പറയുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്താണ്? ആബ്സെൻസ്, ലാക്ടോസിന്റെ ആബ്സെൻസിലും അതിന് നമുക്ക് സ്വിച്ച് ഓഫ് എന്ന് പറയാം. പ്രസൻസ് ഓഫ് ലാക്ടോസ്, അത് നമുക്ക് സ്വിച്ച് ഓൺ എന്ന് പറയാം. അപ്പൊ 2 രീതിയിൽ നടത്തും. ഒന്നെന്താണ്? ലാക്ടോസ് ഇല്ലാത്തപ്പോഴും, ഒന്ന് ലാക്ടോസ്. ഇപ്പൊ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്നത് ലാക്ടോസ് ഇല്ലാത്ത സമയത്താണ്. ചോദ്യം എന്താണ്? വാട്ട് ഈസ് P എന്നാണ് പറഞ്ഞിരിക്കുന്നത്. P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടർ ആണ്. P എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ. I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റെഗുലേറ്ററി ജീൻ ആണ് കേട്ടോ. I എന്താണ്? റെഗുലേറ്ററി ജീൻ. ഇനി O ഓപ്പറേറ്റർ. ZYA എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചറൽ ജീൻസ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ZY. കിട്ടിയില്ലേ? ഇപ്പൊ P എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ, O എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ, I എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി ജീൻ, ZYA എന്താണ്? സ്ട്രക്ചറൽ. ഓക്കെ,
അടുത്തെന്താണ്? നെയിം ദ എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്ട്രക്ചർ ജീൻ ZYA. ഇതും കൂടെ നമുക്ക് നോക്കാം. റീഡ്രോ ദ ഡയഗ്രാം ഇൻ ദ പ്രസൻസ് ഓഫ് ZYA എൻസൈമും അതേപോലെ ഇൻഡ്യൂസർ ഉള്ളപ്പോ ഉള്ളത് വരയ്ക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഇല്ലാത്ത, നമുക്ക് ആദ്യം ഇല്ലാത്തത് നോക്കാം അല്ലെ. ഇല്ലാത്ത നോക്കി, ഇവിടെ ലാക്ടോസ് ഇല്ല. ലാക്ടോസ് എന്ത് ചെയ്യണ്? ലാക്ടോസർ ആണ് ഇൻഡ്യൂസർ. അപ്പൊ ചോദിക്കും നമ്മുടെ ലാക്കോപ്രോണില് ഇൻഡ്യൂസർ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ലാക്ടോസ് ആണ്. ഏതാണ്? ലാക്ടോസ് ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഇൻഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇൻഡ്യൂസർ ഇല്ല, അതായത് ലാക്ടോസ് ഇല്ല. ഇല്ലാത്ത സമയത്ത് RNA പോളിമറൈസ് ആദ്യം എന്ത് ചെയ്യും? പ്രൊമോട്ടറുമേക്കാണ് ബൈൻഡ് ചെയ്യുന്നത്. അതിനുശേഷം അത് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ റെഗുലേറ്ററി ജീൻ അല്ലേ, ഈ റെഗുലേറ്ററി ജീൻ ആദ്യം ഉണ്ടാവുന്നത് എന്താണ്? റിപ്രസർ MR ഉണ്ടായതിനു ശേഷം mRNAയിൽ എന്തുണ്ടാവും? റിപ്രസർ പ്രോട്ടീൻ ഉണ്ടായി. ഈ റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യും? ബൈൻഡ്സ് വിത്ത് ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ കയറി എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ RNA പോളിമറൈസ് മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. RNA പോളിമറൈസിന് ഇവിടെ എത്തുമ്പോൾ ഓപ്പറേറ്ററും ഇയാൾ കയറി ബൈൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ, റിപ്രസർ പ്രോട്ടീൻ. അപ്പൊ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യും? അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് എന്തെന്ന് പറയണത്? ആബ്സെൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രസൻസ് ആയിരിക്കും അല്ലെ. പ്രസൻസ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരിക്കും? നമുക്ക് വരയ്ക്കാം അല്ലെ. നോക്കിയേ, പിപ്പോ ZYA, അതായത് ZYA, പിപ്പോ ZYA. ഇവിടെയും എന്ത് ചെയ്യും? RNA പോളിമറൈസ് ആദ്യം പ്രൊമോട്ടറുമേക്ക് ബൈൻഡ് ചെയ്തു, മുന്നോട്ട് പോയി. അവിടെ നിന്ന് എന്തുണ്ടാവും? റിപ്രസർ mRNA. റിപ്രസർ mRNA ഉണ്ടായി. റിപ്രസർ mRNAയിൽ നിന്ന് എന്തുണ്ടാവും? റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ, ഇത് രണ്ടിലും നടക്കുന്ന പ്രോസസ്. പക്ഷെ ഇവിടെ ആരുണ്ട്? നമ്മുടെ ലാക്ടോസ്, അതായത് ഇൻഡ്യൂസർ ഉണ്ട്. ഇവിടെ ലാക്ടോസിന്റെ പ്രസൻസിലല്ലേ നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ലാക്ടോസ് ഉണ്ട്, ഇൻഡ്യൂസർ ഉണ്ട്. ഈ റിപ്രസർ പ്രോട്ടീൻ, ഇത് റിപ്രസർ പ്രോട്ടീൻ, ഇത് റിപ്രസർ പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ ലാക്ടോസ് ഉണ്ടല്ല, ഈ റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യും? ഓപ്പറേറ്ററിന്റെ അവിടേക്ക് ഓടാൻ നോക്കൂട്ടാ ബൈൻഡ് ചെയ്യാൻ. പക്ഷേ പോവില്ല. ആരുണ്ട്? അപ്പോഴേക്കും നമ്മുടെ ലാക്ടോസ് കയറി എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. അപ്പൊ പിന്നെ ഈ റിപ്രസർ പ്രോട്ടീൻ നീങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് RNA പോളിമറൈസിന് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റും. മുന്നോട്ട് മൂവ് ചെയ്തിട്ട് ഈ ഓരോ സ്ട്രക്ചറൽ ജീൻസിന് എന്ത് ചെയ്യും? എൻസൈംസ് ഉണ്ടാക്കും. സെഡിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ബീറ്റ ഗാലക്ടോസിൻ. ബീറ്റ ഗാലക്ടോസിൻ. വൈയിൽ നിന്നുണ്ടാക്കുന്നത് പെർമിയേസ്. പെർമിയേസ്. എയിൽ നിന്നുണ്ടാക്കുന്നത് ട്രാൻസ് അസിറ്റേസ്. ട്രാൻസ് അസിറ്റേസ്. ട്രാൻസ് അസിറ്റേസ്. അപ്പോ ഇതാണ് എന്തെന്ന് പറയണത്? നമ്മുടെ ഇൻഡ്യൂസറിന്റെ പ്രസൻസില് ലാക്കോപ്രോട്ടീൻ. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ആദ്യം RNA പോളിമറൈസ് വന്ന് പ്രൊമോട്ടറുമേക്ക് ബൈൻഡ് ചെയ്തു. റെഗുലേറ്ററി ജീനിൽ നിന്ന് ആദ്യം റിപ്രസർ mRNA, പിന്നെ റിപ്രസർ പ്രോട്ടീൻ വരും. പക്ഷേ അവിടെ ലാക്ടോസ് ഉള്ളത് കൊണ്ട് റിപ്രസർ പ്രോട്ടീൻ ആയിട്ട് ആര് ബൈൻഡ് ചെയ്യും? ഇൻഡ്യൂസർ ആയ ബൈൻഡ് ചെയ്യും. അപ്പൊ ഓപ്പറേറ്ററും അവിടെ എന്തായും? ഫ്രീ ആയി. അങ്ങനെ RNA പോളിമറൈസ് മുന്നോട്ട് നീങ്ങി അവിടെ റീഡ് ചെയ്ത് സ്ട്രക്ചർ ജീൻസ് ചെയ്ത് ആദ്യ സെഡിൽ നിന്ന് ആദ്യം ബീറ്റ ഗാലക്ടോസിഡേസ്, വൈയിൽ നിന്ന് പെർമിയേസ്, എയിൽ നിന്ന് ട്രാൻസ് ലാക്കോപ്രോൺ. ാണ് ഇത് ചിലപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ തരും. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഫിഗർ വരച്ചു വെച്ചു. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത്, ഡയഗ്രാം ഓഫ് എൻ mRNA is given below. Copy it and mark 5' and 3' end of mRNA by giving reason. നമുക്കൊരു mRNA തന്നിട്ടുള്ളൂ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5' കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്കറിയാം, സിമ്പിൾ ആണല്ലേ. കാരണം കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മൾ 3 പ്രോസസ്സ് പഠിച്ചില്ലേ? HNRനെ mRNAക്ക് മാറ്റുന്ന പ്രോസസ് ഏതൊക്കെയായിരുന്നു? സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് ആണല്ലോ. അതില് സ്പ്ലൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻട്രോൺസിനെ കളഞ്ഞിട്ട് എക്സോൺസിനെ ജോയിൻ ചെയ്യിക്കുന്നു. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 5' എൻഡിലേക്ക് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ് ആണ് എന്ത്? ക്യാപ്പിംഗ്. ടെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3' എൻഡിലേക്ക് അഡിനിലേറ്റ് റെസിഡ്യൂസ് ആഡ് ചെയ്യും. ഇവിടെ നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയേ. പിക്ചറിൽ അഡിനിലേറ്റ് റെസിഡ്യൂസ് എവിടെയാണ് കാണുന്നത്? ഇതാണ് അഡിനിലേറ്റ് റെസിഡ്യൂസ്. അപ്പൊ അഡിനിലേറ്റ് റെസിഡ്യൂസിന്റെ ഭാഗം ഏതായിരിക്കും? ഏതെന്റായിരിക്കും? 3' എൻഡ്. ഇത് 3' എൻഡ് ആയിരിക്കും അല്ലേ? അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് 5' എൻഡ് അറിയില്ലേ?
3' എൻഡുമൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അഡിനിലേറ്റ് റെസിഡ്യൂസ് ആഡ് ചെയ്തിരിക്കുക. അപ്പൊ റീസൺ എന്താണ്, ആ 3' end ഈസ് ആഡഡ് വിത്ത് അഡിനിലേറ്റ് റെസിഡ്യൂസ്. ആയോ 5' ആയിരിക്കും എന്ന് എല്ലാം. ഓക്കെ, അടുത്തത് fill in the blanks. ഒരുപാട് എക്സ്പാൻഷൻ നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടാ. YAC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈസ് ആർട്ടിഫിഷ്യൽ ക്രോമോസോം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ബി എന്തായിരിക്കും, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമോസോം. എന്നാണ് BAC എന്ന് പറയുന്നത്. SNP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. UTR എന്ന് പറയുമ്പോൾ എന്താണ്, that is untranslated region. അൺട്രാൻസ്ലേറ്റഡ് റീജിയന്റെ പ്രത്യേകത അറിയാം അല്ലെ. ഇതെന്താണ്, ട്രാൻസ്ലേറ്റ് ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്, UTRന്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്, ഇറ്റ് ഈസ് എഫിഷ്യന്റ് ഫോർ ട്രാൻസ്ലേഷൻ നടത്താൻ, എഫിഷ്യന്റ് ആയിട്ട് നടത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ UTR. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്തായാലും പഠിച്ചു വെക്കണം. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ലേഷൻ ഒന്നും നടത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A DNA sequence is provided below. DNA ചോദ്യം ശ്രദ്ധിക്കുക, DNA സീക്വൻസ് ആണ് തന്നിട്ടുള്ളത്. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെന്ററി സ്ട്രാൻഡ്. അതിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡിന്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ 5' to 3' ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 3' to 5'. കോംപ്ലിമെന്ററി സ്ട്രാൻഡ് അറിയാലേ, ഒന്ന് 5' to 3' ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കണം, 3' to 5' ആയിരിക്കും. ഇവിടെ 5' to 3'. നമ്മൾ എന്ത് ചെയ്യണം, 3'5' വരയ്ക്കുക. എന്നിട്ട് കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഉണ്ടാക്കാം. അഡിനിൻ പയറുമായിട്ട് ചെയ്യുന്ന ആരായിട്ടാണ്, അഡിനിൻ തൈമീനായിട്ടാണ് പെയർ ചെയ്യുന്നത്. തെറ്റിക്കരുതിട്ടാ, ഇവിടെ യുറാസിൽ നിന്ന് എഴുതരുത്. കാരണം ഇതെന്താണ്, ഇത് DNA കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അഡിനായിട്ട് ആരെ പെയർ ചെയ്യുള്ളൂ, തൈമീൻ. RNA ആണ് നിങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ RNA ആണ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ യുറാസിൽ ചെയ്യും. മനസ്സിലായില്ലേ, ജസ്റ്റ് ഒന്ന് നോക്കി എഴുതിച്ചാൽ മതി. അഡിനിൻ തൈമീൻ ആണെന്നുണ്ടെങ്കിൽ അഡിനിൻ, ഗ്വാനിൻ ആണെങ്കിൽ സൈറ്റോസിൻ ആണെന്നുണ്ടെങ്കിൽ ഗ്വാനിൻ, പിന്നെയും അതേപോലെ തന്നെ ഇങ്ങനെ ഓർഡറിൽ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. വേഗം കഴിയും. അടുത്തെന്താണ്, നെയിം ദ എൻസൈം ഇൻവോൾവ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് DNA. DNA ട്രാൻസ്ക്രിപ്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഏത് എൻസൈം ആണ്, ഏതായിരിക്കും മക്കളെ, ഏത് എൻസൈം ആയിരിക്കും ട്രാൻസ്ക്രിപ്ഷനിൽ, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. ഓക്കെ, സിമ്പിൾ അല്ലേ, വേഗം കഴിയും. അടുത്തത്, ഹ്യൂമൻ ജീനോം പ്രൊജക്ട് ഈസ് എ മെഗാ പ്രൊജക്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്രൊജക്ട് ആണ്. Give two reasons to explain this. കാരണം എഴുതാനാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, that is determine the sequence of 3 billion chemical base pairs. അതായത് നമുക്ക് ജീനോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 2 എന്തിനാ കണ്ടെത്തിയ പോരാ അല്ലെ, എന്താണ് 3 ബില്യൺ കെമിക്കൽ ബേസ് പെയേഴ്സിനെ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അതുകൊണ്ടാണ് വലിയൊരു പ്രൊജക്ട് ആണെന്ന് പറയാൻ കാരണം. അടുത്തെന്താണ്, സ്റ്റോർ ദിസ് ഇൻഫോർമേഷൻ ഡാറ്റാബേസ്. ഇതൊന്നും എഴുതി വെക്കാൻ പറ്റൂല, ഇൻഫോർമേഷൻ. അപ്പൊ എന്ത് ചെയ്യണം, ഡാറ്റാബേസിലൊക്കെ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അതിന് ഒരുപാട് ഡോളേഴ്സ് വേണ്ടി വന്നു. അതുകൊണ്ട് അത് ബിഗ് പ്രൊജക്ട് ആണ് കേട്ടോ, മെഗാ പ്രൊജക്ട് ആണെന്ന് അറിയപ്പെടുന്നു. അടുത്ത എന്താണ്, എക്സ്പാൻഡ് ദ ടേം DNA. എല്ലാവർക്കും അറിയാലേ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിച്ചു വരുന്നതാണ്. എന്താണ് DNA ഫുൾ ഫോം, ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ്. അതാണ് എന്തെന്ന് പറയുന്നത്, DNA ഫുൾ ഫോം എന്ന് പറയുന്നത്. ഹു പ്രൊപ്പോസ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA. DNA ഡബിൾ ഹെലിക്കൽ മോഡൽ പറഞ്ഞത് ആരാണ്, ഫ്രാൻസിസ് വാട്സൺ ആൻഡ് ക്രിക്ക് അല്ലെ. വാട്സണും ക്രിക്കും കൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, DNA ചുറ്റോമണി മാതൃക ഡബിൾ ഹെലിക്കൽ മോഡൽ ആണെന്ന് പറഞ്ഞത്. ഇനി അടുത്ത എന്താണ്, ലിസ്റ്റ് ഔട്ട് ദ നൈട്രജൻ ബേസസ് ഇൻ DNA. DNA-യിലുള്ളത് ഏതൊക്കെയാണ്, DNA-യിലുള്ള നൈട്രജൻ ബേസസ് ഏതൊക്കെയായിരുന്നു, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ അല്ലെ. അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ DNA-യിലുള്ള നൈട്രജൻ ബേസ്. RNA-യിലുള്ള നൈട്രജൻ ബേസ് എഴുതാൻ പറഞ്ഞാൽ എന്ത് പറയാം, നമുക്ക് ഒന്നുമില്ല, ഇയാളെ മാത്രം അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. പകരം ആരെ കയറ്റി വെക്കണം, നമ്മള് യുറാസിലിനൊക്കെ. സിമ്പിൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ. റിപ്പീറ്റഡ് ചോദ്യം ഉണ്ടാ. ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് DNA ഫിംഗർപ്രിന്റ് ഫ്രോം ദ ക്രൈം സീൻ, ഫ്രം എ ക്രൈം സീൻ ആൻഡ് ദാറ്റ് ഓഫ് എ സസ്പെക്ടഡ് പേഴ്സൺ ആണ്. ഇവിടെ നോക്കിയാൽ ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടിയിട്ടുള്ള DNA, ഇതാണ് DNA ഫ്രം ക്രൈം സീനിൽ നിന്ന് കിട്ടിയിട്ടുള്ള DNA-യും അതേപോലെ തന്നെ
നമ്മുടെ സംശയിക്കുന്ന രണ്ടാളുകളുടെ DNA തമ്മിലുള്ളതാണ് DNA ഫിംഗർ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ അബൌട്ട് ദ സസ്പെക്ട്സ് ബേസ്ഡ് ഓൺ DNA? തന്നിരിക്കുന്ന DNA ഫിംഗർ നിങ്ങളുടെ നിങ്ങളുടെ കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ ആളാണോ രണ്ടാമത്തെ ആളായിട്ടാണോ മാച്ച് ചെയ്യണത് ഈ DNA ഫിംഗർ പ്രിന്റിങ്? നന്നായിട്ട് നോക്കിയേ നിങ്ങൾ, ഏതായിരിക്കും? രണ്ടാമത്തെ ആളായിട്ടാണ് അല്ലെ മാച്ച് ചെയ്യണത്. ഡാർക്ക് ബാൻഡ് ഇവിടെ കാണപ്പെടുന്നു, ഡാർക്ക് ബാൻഡ്. അപ്പൊ എന്താണ്, ആരാണ് കൊലയാളി അല്ലെങ്കിൽ ആരാണ് മർഡറർ അല്ല ആരാണ് ക്രിമിനൽ എന്ന് നമുക്ക് പറ്റും? DNA ഓഫ് സസ്പെക്ട് 2, രണ്ടാമത്തെ ആളാണ് എന്തെന്ന് പറയണത് അവിടുത്തെ കൊലയാളി. എന്താണ് വാട്ട് ഈസ് VNTR? ബി ക്വസ്റ്റ്യൻ എന്താണ്? VNTR എന്തായിരുന്നു നേരത്തെ പറഞ്ഞ അല്ലെ, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടാ, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം. അടുത്തത്, ഹൂ ഡെവലപ്പ് ദിസ് ടെക്നിക്? ആരായിരുന്നു DNA പ്രിന്റിംഗ് കൊണ്ടുവന്നത്? ദാറ്റ് ഈസ് അലക് ജെഫ്രി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? DNA ഫിംഗർ ടെക്നിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നേരത്തെ പറഞ്ഞ സാധനം തന്നെ, ടൈം ഇമ്പോർട്ടന്റ് ആണ്. The flow of genetic information is shown below. Name the process A, B, C and D. അറിയാലോ അല്ലെ? എന്തായിരിക്കും A എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ദാറ്റ് ഈസ് റിപ്ലിക്കേഷൻ ആണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്ലിക്കേഷൻ. B എന്തായിരിക്കും? ട്രാൻസ്ക്രിപ്ഷൻ. എന്തായിരിക്കും? C, ട്രാൻസ്ലേഷൻ. ഡി എന്തായിരിക്കും? തിരിച്ചു പോകുന്നത്, mRNAയിൽ നിന്ന് DNA-യിലേക്ക് പോകുന്നത്. ദാറ്റ് ഈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ചോദിക്കാറുണ്ട് കേട്ടാ എക്സാമിന്. ഏതാണ് ഈ പടം തന്നിട്ട്? ഐഡന്റിഫൈ ദ പ്രോസസ് ആൻഡ് ഇറ്റ്സ് സൈറ്റ്. ഏതാണ് പ്രോസസ്? പ്രോസസ് എന്താണ്? ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ. എന്താണ് പ്രോസസ്? ട്രാൻസ്ലേഷൻ. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സംഭവം ഈ കാണുന്നത് കേട്ടാ, പ്രോട്ടീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ട്രാൻസ്ലേഷൻ. സൈറ്റ്, അത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? റൈബോസോം. ഇവിടെ വെച്ചിട്ടാണ്, റൈബോസോമിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്? നമ്മുടെ അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് എന്തുണ്ടാവണത്? പ്രോട്ടീൻ ഉണ്ടാകുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് mRNA and tRNA in this process? mRNA-യും tRNA-യും റോൾ എന്താണ്? 3 RNAs ഉണ്ട്, mRNA, tRNA, rRNA ഉണ്ട്. mRNA എന്ന് പറയുമ്പോൾ മെസ്സഞ്ചർ RNA ആണ്. മെസ്സഞ്ചർ RNA എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാരി മെസ്സേജസ് ഫ്രം DNA ടു റൈബോസോം. DNA-ക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോട്ടീൻ സിന്തസിസ് പങ്കെടുക്കാൻ പറ്റൂല. DNA-യിൽ നിന്ന് മെസ്സേജ് കൊണ്ടുവരുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്? mRNA. അപ്പൊ ക്യാരി മെസ്സേജസ് ഫ്രം DNA ടു റൈബോസോം ആണ് ഇതെന്ന് പറയുന്നത് RNA. ഇനി അടുത്തത് tRNA, ട്രാൻസ്ഫർ RNA എന്നാണ് അറിയപ്പെടുന്നത്. tRNA എന്ത് ചെയ്യും? ക്യാരി അമിനോ ആസിഡ്സ് ടു റൈബോസോം. നമുക്കറിയാം അമിനോ ആസിഡ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. ഓരോ അമിനോ ആസിഡും കൂടിച്ചേർന്നാണ് എന്തുണ്ടാവുന്നത്? പ്രോട്ടീൻസ്. ഈ അമിനോ ആസിഡ്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുമായിരിക്കും. ഈ അമിനോ ആസിഡ്സിനെ എന്ത് ചെയ്യണം? എത്തിക്കണം അല്ലെ, റൈബോസോമിലേക്ക് എത്തിക്കണം. എത്തിക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? tRNA, ട്രാൻസ്ഫർ RNA. rRNA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റൈബോസോമിലേക്ക് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന RNAs ആണ് എന്തെന്ന് പറയുന്നത്? rRNA, അസോസിയേറ്റഡ് വിത്ത് റൈബോസോം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ലേഷൻ. ഇനി അടുത്ത നോക്കിയേ, റീഡ് ദ സീക്വൻസ് ഓഫ് കോഡോൺ. mRNA-യിലുള്ള കോഡോൺസ് ആണ് തന്നിരിക്കുന്നത്. വാട്ട് ചേഞ്ചസ് ഈസ് നീഡഡ് ഇൻ ദ ഫസ്റ്റ് കോഡോൺ ടു സ്റ്റാർട്ട് ദി ട്രാൻസ്ലേഷൻ? ആദ്യത്തെ കോഡോണിൽ എന്ത് മാറ്റമാണ് അവിടെ ചെയ്യേണ്ടത്? ട്രാൻസ്ലേഷൻ തുടങ്ങണമെങ്കിൽ ആദ്യത്തെ കോഡോണിൽ നമ്മൾ എന്ത് മാറ്റം കൊണ്ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കോഡോൺ നോക്കാം. ഏതാണ്? AUA. AUA എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് കോഡോൺ വരണം അവിടെ? നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചു, കോഡോണിന്റെ ഫീച്ചേഴ്സ് പഠിച്ചപ്പോ ഇനീഷ്യേറ്റർ കോഡോൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് ഇല്ലേ? തുടക്കക്കാരൻ. ട്രാൻസ്ലേഷൻ തുടങ്ങണമെങ്കിൽ ഒരാൾ വരണം അല്ലെ, അയാൾ ആരാണ്? AUG ആണ്. അപ്പൊ എന്ത് ചെയ്യണം? AUA എന്നുള്ളത് എന്തായി മാറ്റണം? നമ്മള് AUG എന്നാക്കണം. അതാണ് അവിടെ വരുത്തേണ്ട ചേഞ്ച്. മനസ്സിലായില്ലേ? AUA എന്നുള്ളത് എന്താക്കി മാറ്റണം? AUG മാറ്റിയാൽ മാത്രമേ എന്ത് വരുള്ളൂ? ട്രാൻസ്ലേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യൂ. അടുത്തെന്താണ്? ഇഫ് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട്സ് ബൈ ദാറ്റ് ചേഞ്ച്, അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ which codon it can be continuous. ഇനി അങ്ങനെ മാറ്റി നമ്മൾ തുടങ്ങി, ട്രാൻസ്ലേഷൻ തുടങ്ങിയാൽ ഏത് കോഡോൺ വരെ ആ ട്രാൻസ്ലേഷൻ നടക്കും? ഏത് കോഡോൺ വരെ നടക്കും? അപ്പൊ നമ്മൾ ആരെ നോക്കണം? സ്റ്റോപ്പ് കോഡോൺസ്. സ്റ്റോപ്പ് കോഡോൺസ് നിർത്തുന്ന ആൾക്കാരാണ് അല്ലെ, സ്റ്റോപ്പ് കോഡോൺസിനെ നോക്കണം.
സ്റ്റോപ്പ് കോഡൺസ് ട്രാൻസ്ലേറ്റ് ചെയ്യൂല, കോഡ് ചെയ്യൂല എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, നന്നായിട്ട് നോക്കിയേ, നമ്മൾ ഏതായിരിക്കും സ്റ്റോപ്പ് കോഡൺസ് എന്നതില് UGA. ഇവിടെ എത്തുമ്പോ എന്ത് ചെയ്ത് അവിടെ ട്രാൻസ്ലേഷൻ കോഡ് ചെയ്യുന്നില്ല, കോഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതെന്താണ്, അതുകൊണ്ടാണ് അതിനെ സ്റ്റോപ്പ് കോഡൺസ് വിളിക്കുന്നത്. ഇവിടം വരെ എന്ത് നടക്കുള്ളൂ, ഇവിടം വരെ എന്ത് നടക്കുള്ളൂ, ട്രാൻസ്ലേഷൻ നടക്കുള്ളൂ. ഇവിടെ എത്തുമ്പോ എന്ത് ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം. സിമ്പിൾ ആണ്, ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടാ, വേഗം കിട്ടും. അടുത്ത നോക്കിയേ, ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് റിപ്ലിക്കേഷൻ ഈച്ച് DNA molecule contains one parental and one nuclearized daughter strands. ചോദിച്ചിരിക്കുന്നത് എന്താണ്, നെയിം ദ സ്കീം ഓഫ് റിപ്ലിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ, ഏതായിരിക്കും, സെമി കൺസർവേറ്റീവ് DNA replication ആണ്, സെമി കൺസർവേറ്റീവ് DNA replication. അടുത്ത എന്താണ്, ഹൂ പ്രൊപ്പോസ് ദിസ് സ്കീം. ആരാണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്, ആരായിരുന്നു, അത് നമ്മുടെ വാട്സൺ ആൻഡ് കൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. എക്സ്പെരിമെന്റ് ചെയ്തു വെച്ചാൽ ആരാണ്, മെസൽസൺ ആൻഡ് സ്റ്റാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, കാറ്റഗറൈസ് ദ ഫോളോയിങ് ബേസസ് ഇൻടു പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. പ്യൂരിൻസും അതേപോലെ പിരമിഡിൻസുമായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിരമിഡിൻസ് എന്താണെന്നറിയണം അല്ലെ. പ്യൂരിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യൂരിൻസിന് എന്താണ്, 2 നൈട്രജൻ കാർബൺ റിംഗ് ഉണ്ടാവും. ഒരു 2 നൈട്രജൻ കാർബൺ റിംഗ് ഉള്ളതിനാണ് നമ്മൾ പറയുന്നത് പ്യൂരിൻസ്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നത് ഇങ്ങനെ 2 എണ്ണമായിട്ട്. ഇതാണ് 2 നൈട്രജൻ കാർബൺ റിംഗ് ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്, പ്യൂരിൻസ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, പ്യൂരിൻസ് എന്ന് പറയുന്നത്. 2 നൈട്രജൻ കാർബൺ റിംഗ് ഉണ്ടാവും. അപ്പൊ പിരിമിഡിൻസിന് എങ്ങനെയായിരിക്കും പറയാൻ പറ്റൂലേ. പിരിമിഡിൻസിന് സിമ്പിൾ അല്ലേ, ഇവിടെ 2 എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 1 നൈട്രജൻ കാർബൺ റിംഗ് ഉണ്ടാവുള്ളൂ. 1 നൈട്രജൻ കാർബൺ, ഒരെണ്ണമേ എന്ത് ചെയ്യുള്ളൂ, ഒരൊറ്റെണ്ണം. ഇതാണ് എന്തെന്ന് പറയുന്നത്, പിരിമിഡ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതൊന്നല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് പ്യൂരിൻസും പിരമിഡിൻസും ക്ലാസിഫൈ ചെയ്യാൻ, തന്നിരിക്കുന്നതിൽ ക്ലാസിഫൈ ചെയ്യാൻ. പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും, പ്യൂരിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡിനിനും അതേപോലെ തന്നെ ഗ്വാനിനും ആയിരിക്കും എന്തെന്ന് പറയണത്. പ്യൂരിൻസ് എന്തായിരിക്കും, അഡിനിനും ഗ്വാനിനും ആയിരിക്കും പ്യൂരിൻസ്. പിരമിഡിൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് ഏതൊക്കെയാണ്, ഇത് സൈറ്റോസിനും അതുപോലെ തന്നെ യുറാസിലും. തൈമീൻ ആണെങ്കിലും ഇവിടെ കൊടുക്കാം കേട്ടാ, തൈമീൻ ഉണ്ടെങ്കിൽ തൈമീൻ. അടുത്ത നോക്കാം, DNA സെഗ്മെന്റ് സൈറ്റോസിൻ 22%, സൈറ്റോസിൻ 22%. ഫൈൻഡ് ഔട്ട് ദ പെർസെന്റേജ് ഓഫ് അഡിനിൻ, തൈമിൻ ആൻഡ് ഗ്വാൻ. സൈറ്റോസിൻ 22% ആണെങ്കിൽ ബാക്കിയുള്ളതിന്റെ ശതമാനം കണ്ടെത്താനാണ് പറഞ്ഞത്. ശതമാനം കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സാധനം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്, അക്കോർഡിംഗ് ടു എർവിൻ ചർഗാഫ് റൂൾ, DNA proportion of A is equal to T and the proportion of G equal to C. എർവിൻ ചർഗാഫ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഒരു DNA അഡിനിൻ എത്ര ശതമാനം ഉണ്ടോ അത്രയും തന്നെ എന്തുണ്ടാവും, തൈമിൻ ഉണ്ടാവും. അതേപോലെ സൈറ്റോസിൻ എത്രയും ഉണ്ടോ അത്രയും തന്നെ എന്തുണ്ടാവും, ഗ്വാനിൻ ഉണ്ടാവും. നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ. നോക്കിയേ, എന്തായിരിക്കും, ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ, സൈറ്റോസിൻ എത്രയാണ്, സൈറ്റോസിൻ 22% ആണെങ്കിൽ നമ്മളെ ഗ്വാനിനും എത്ര തന്നെയായിരിക്കും, 22% ആണ് അല്ലെ. അപ്പൊ C+G എത്രയാണ്, സൈറ്റോസിൻ പ്ലസ് ഗ്വാനിൻ എത്രയായിരിക്കും, 44% കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമുക്ക് എന്ത് കാണണം, അഡിനിൻ കാണണം. അഡിനിൻ കാണണമെങ്കിൽ അഡിനിൻ A+ എന്തായിരിക്കും, T, A+T. ആദ്യം A+T കണ്ടുപിടിക്കാം നമുക്ക്. അങ്ങനെയാണ് നമുക്കറിയാം, നമുക്ക് പെർസെന്റേജ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കും, 100% എപ്പോഴും അല്ലെ. തന്നിട്ടില്ല, ഇത് നമുക്ക് ടോട്ടൽ എന്ത് ചെയ്യാം, നമുക്ക് 100% എടുക്കാം. അപ്പൊ 100%ൽ C+D ആണ് എന്തെന്ന് പറയുന്നത് 44. അപ്പൊ A+T കാണാൻ നമുക്ക് സിമ്പിൾ അല്ലേ, 100ന്ന് എന്ത് കൊടുത്താൽ മതി, കുറച്ചാൽ മതി, 44 അങ്ങോട്ട് കുറച്ചാൽ മതി. അപ്പൊ എത്രയാവും, 56%. A+D എത്രയാണ്, 56%. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിച്ചൂടെ, ഡിവൈഡ് ബൈ 2 ചെയ്താൽ പോരെ. അപ്പൊ എത്ര കിട്ടും,
28 കിട്ടും. അപ്പൊ ടിയും എത്ര തന്നെയായിരിക്കും? 28%. സിമ്പിൾ. എന്ത് സിമ്പിൾ ആണെന്ന് നോക്കിയേ അല്ലെ? എന്ത് സിമ്പിൾ ആണ്? നമ്മള് കഴിഞ്ഞു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? ഇർവിൻ ചർഗാഫിന്റെ റൂൾ പ്രകാരം അഡിനിന് എത്ര ഉണ്ടോ അത്രയും തന്നെ എന്തുണ്ടാവും? തൈമിനുണ്ടാവും. സൈറ്റോസിന് എത്ര ഉണ്ടോ അത്രയും തന്നെ എന്താവും? ഗുവാനുണ്ടാവും. അത് ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ ഏത് പ്രൊപ്പോർഷൻ തന്നാലും നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോ നമ്മളെ ഈ മോളിക്കുലാർ ബേസിസ് എന്ന് പറയുന്ന ഈ 4ാമത്തെ പാഠത്തിലത്തെ എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും അവിടെ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന മാർക്ക് 8 മാർക്ക്, ചില വെയിറ്റേജിൽ 8ഓ 6ഓ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അത്രയും മാർക്ക് നിങ്ങൾക്ക് ഈ ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക? ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം, നന്നായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് നമുക്ക് നേടാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ക്ലാസ്സിന്റെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.